അപ്പോൾ 150 സങ്കീർത്തനങ്ങളാണ്. ഈ 150 സങ്കീർത്തനങ്ങൾ വളരെ അനുഗ്രഹിക്കപ്പെട്ട സങ്കീർത്തനമാണ്. ഇപ്പോഴേ ഈ കൊച്ചി ഏരിയ അല്ലെ എറണാകുളം ജില്ലയിലുണ്ടോയെന്ന് അറിയത്തില്ല, ഈ വട്ട് പിടിച്ച കുറേ ഉപദേശിമാരുണ്ട്. യവന്മാർ പറയുന്ന സങ്കീർത്തനം ഒന്നും വായിക്കരുതെന്ന. അവനെല്ലാം വെളിവുകേടാ. സങ്കീർത്തനം വായിക്കരുത്, അത് പേടിച്ചിപ്പോൾ ചില സഭകളിൽ ഉപദേശിമാർ ഇപ്പം ഇത് വായിക്കുന്നുമില്ല. അവരും ഇരുന്ന് പുറക്കണ്ടായോ? 2-3 വർഷമായി ഇരുത്തുക അല്ലേ പറയാം. ഞങ്ങൾ പുള്ളിയെ 3 കൊല്ലം ഇരുത്തി. 3 കൊല്ലം. അപ്പോൾ പുതിയ ഉപദേശക്കാർ പറയുന്നത്, ഭാഷണ്ടോപദേശക്കാരും വിരുദ്ധോപദേശക്കാരും സങ്കീർത്തനം ഒന്നും വായിക്കരുതെന്ന. പേര് പറയുന്നില്ല. ഒരുത്തൻ ചോദിച്ചു പോലും ഇതൊന്നിച്ച് കുത്തിക്കെട്ടിയത് ആരാന്ന്. ഏതാ? പഴയ നിയമോ? അവനതാ അറിയണ്ടേ. ഇതൊന്നിച്ച് വേറൊരു വട്ടൻ ഒരിക്കൽ ചോദിച്ചു, ആ പഴയത് മുഴുവൻ അങ്ങ് കീറിക്കളഞ്ഞേക്കാൻ. നമ്മൾ ശത്രുതയോട് അവരെ കാണണ്ട. ഇവനെല്ലാം നല്ല ബുദ്ധി ഉണ്ടാകാൻ പ്രാർത്ഥിക്കാം. ദൈവമേ, കുഴ തെറ്റിയവന്മാർ കുറേ എണ്ണമുണ്ട്. ഇവനെല്ലാം ദൈവം നല്ല ബുദ്ധി കൂടെ നശിച്ചു പോകണ്ട. ഒരു കാര്യം ഉറപ്പിച്ചും തറപ്പിച്ചും പറയാം, എല്ലാ തിരുവെടുത്തും ദൈവശ്വാസികമാണ്. നിങ്ങൾ ഈ വേദപുസ്തകം മുഴുവൻ നിങ്ങൾക്കറിയാമല്ലോ. ഞാനിപ്പം ഇങ്ങോട്ട് വന്നപ്പോൾ സഹോദരന്മാരോട് പറഞ്ഞു, അത് നിങ്ങളെ കണ്ടപ്പോൾ ഇളകി പറഞ്ഞൊന്നുമല്ല. മധ്യ തിരുവിതാംകൂറിലും ആ ഭാഗത്തുള്ള ദൈവമക്കളെക്കാളും ആത്മീകമായിട്ട് ഉത്സാഹവും തീക്ഷണത ഈ തീരദേശത്തുള്ളവർക്കാണ്. അത് നിങ്ങളെ ഇരുത്തി പുകഴ്ച ഒന്നും പറഞ്ഞതല്ല. അത് ആ തെറ്റിദ്ധാരണ മാറരുത് കേട്ടോ. അത് തെറ്റിദ്ധാരണ ഉണ്ടാക്കി തന്നെ വിടരുത്. ഇവിടെ പാടാനും പ്രാർത്ഥിക്കാനും ആരാധിക്കാനും ഒക്കെ നല്ല ഉത്സാഹമുള്ള ദൈവമക്കളാണ്. അത് ഞാൻ മിക്കപ്പോഴും ഓർത്ത് ദൈവത്തെ സ്തുതിക്കാറുണ്ട്. അപ്പോൾ ഈ വേദപുസ്തകത്തിലെ പ്രതിപാദ്യ പുരുഷൻ നസറയനാകുന്ന യേശു ക്രിസ്തു. ഇതിലെ പ്രതിപാദ്യ വിഷയം മനുഷ്യവർഗത്തിന്റെ രക്ഷ. അതാണ് നമ്മൾ തീത്തോസ് വായിക്കുന്നത്, സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ. അപ്പം സകല മനുഷ്യന്റെ രക്ഷകനാകുന്ന നസറയനാകുന്ന യേശു ക്രിസ്തു, അതാണ് ഇതിലെ പ്രധാന വിഷയം. അപ്പോൾ ഇതിലെ പ്രതിപാദ്യ പുരുഷൻ നസറയനാകുന്ന യേശു ക്രിസ്തു, ഇതിലെ പ്രധാന വിഷയം മനുഷ്യവർഗത്തിന്റെ രക്ഷ. ഈ 2 വിഷയത്തോട് ബന്ധപ്പെട്ട വേദപുസ്തകം മുഴുവൻ. അങ്ങനെ പഠിക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് പുസ്തകം വരെ എഴുന്നു നിൽക്കുന്ന ഒരേ ഒരു വ്യക്തിപ്രഭാവം നസ്രയനാകുന്ന യേശു ക്രിസ്തു. അത് പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും ഒക്കെ നിങ്ങൾ പഠിച്ചേ, ധ്യാനിച്ചേ, നോക്കിക്കേ. എല്ലാ വാക്യങ്ങളിലും എല്ലാ ഭാഗത്തും ആമേൻ നിലനിൽക്കുന്ന ഒരേ ഒരു വ്യക്തി യേശു ക്രിസ്തുവാണ്. ഈ 150 സങ്കീർത്തനം അത് മുഴുവൻ യേശു ക്രിസ്തുവിനെ പറ്റിയാ. നിങ്ങൾ ശ്രദ്ധിച്ചേ, ധാരാളം വാക്യങ്ങളുണ്ട്. 2 വാക്യം ഇപ്പം വായിച്ചോ, 2:12. പെട്ടെന്ന് വായിച്ചോ, 2:12. പുത്രനെ ചുംബിക്കണം. കണ്ടോ? ആ പുത്രൻ മറ്റാരുമല്ല, നസറയനാകുന്ന യേശു ക്രിസ്തുവാണ്. അപ്പൊ ഈ സങ്കീർത്തനത്തിലെല്ലാം കൊടുത്തിരിക്കുന്നത് പുത്രനെ പറ്റിയാ. അവിടുന്ന് സ്നാനപ്പെടുന്നപ്പോൾ സ്വർഗം തുറന്നു. സ്വർഗത്തിൽ നിന്നൊരു ശബ്ദം, ഇവൻ എൻ്റെ പ്രിയപുത്രൻ. അത് കഴിഞ്ഞാൽ ശുശ്രൂഷ തുടങ്ങുന്നത്. സ്നാനം കഴിഞ്ഞ് പരീക്ഷിക്കാൻ വന്നു, ജയിച്ചു. പിന്നെ ഗലീലയിലോട്ട് പോയി ശുശ്രൂഷ ആരംഭിക്കുക. ശുശ്രൂഷയെല്ലാം തികച്ച് ഏതാണ്ട് തീരുന്ന സമയത്ത് കർത്താവ് പ്രാർത്ഥിക്കാൻ മറുരൂപമലയെ പോയി. ശിഷ്യന്മാരും ഉണ്ട് കൂടെ. അന്നാരോ സ്വർഗം ഒന്ന് തുറന്നു, ഒരിടി മുഴക്കവും. ആ ധരിച്ച വസ്ത്രം ഭൂമിയിൽ ഒരലക്കുകാരനും അലക്കി വെളിപ്പാൻ കഴിയാത്തതുപോലെ വെണ്മ. 1-2 പേര് വന്ന് സംഭാഷിക്കുകയും ചെയ്യുക. അപ്പൊ അന്നേരം ഒരു ശബ്ദം, ഇവൻ എൻ്റെ പുത്രൻ, ഇവന് ചെവി കൊടുക്കാൻ. അപ്പൊ ഇതിന്റെ അർത്ഥം എന്നാ? ശുശ്രൂഷ ആരംഭിച്ചപ്പോൾ സ്വർഗം സാക്ഷിച്ചു എൻ്റെ പുത്രനാണെന്ന്. ആ ശുശ്രൂഷയെല്ലാം തീരുന്ന മുറിക്കും പുള്ളി സാക്ഷിച്ചു, ഇവൻ പുത്രൻ തന്നെയാണ്. പലരും ശുശ്രൂഷ ആരംഭിക്കുമ്പോൾ മേളിന്ന് പറയും, ഇവൻ എൻ്റെ പുത്രനാ. ഏതാണ്ട് തീരുന്ന പരുവാകുമ്പോൾ മേളിൽ നിന്ന് പറയും, ഇവൻ പരുവക്കാടായല്ലോ, ദൈവമേ, ഇവൻ ഇറങ്ങിയ തീക്ഷണതയൊന്നും ഇപ്പം
അന്ന് ഇവൻ കമ്മലും മാല ഇടരുതെന്ന് പറഞ്ഞ് ഇപ്പം ഇവൻ ഇടാന്നാണല്ലോ. എന്നാ നിങ്ങൾക്ക് ഒരു അരുതാഴിയ പോലെ. അന്ന് ഇവൻ കുടിക്കരുതെന്ന് തീർത്ത് പ്രസംഗിച്ചവനാണല്ലോ. ഇപ്പം ഇവൻ്റെ പിള്ളേരും അമേരിക്കയിൽ പോയി ഇച്ചിരി വീശുന്നുകൊണ്ട് അവൻ പറഞ്ഞുകൊണ്ട് അജീർണത നിമിത്തം ഇച്ചിരി ഇവൻ ഈ പരുവത്തിന് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ. അതറിഞ്ഞാൽ മതി. എൻ്റെ ബഹുമാന്യരായ സഹോദരന്മാരോടും ദൈവമക്കളോടും പറയാം, ഇതിനിറങ്ങിയപ്പോൾ സ്വർഗം സാക്ഷിച്ച എൻ്റെ പുത്രൻ ഇത് തീരുമ്പോഴും അങ്ങനെ തന്നെ പറയിപ്പിക്കണം. എൻ്റെ ഭാഷ പറഞ്ഞാൽ തീരുമ്പം പറയണം, അവൻ ഇറങ്ങിയതിനേക്കാളും കുറച്ചുകൂടെ ശക്തമാ. ആത്മാവിൽ ആരംഭിച്ചിട്ട് ജഡത്തിൽ അവസാനിക്കരുത്. നാളിതുവരെ നീ ഓടി അധ്വാനിച്ചതും നഷ്ടമായി പോയിടല്ലേ വീടോടടുത്തു. നാളിതുവരെ നീ ഓടി അധ്വാനിച്ച അമ്മേ നഷ്ടമായി പോയിടല്ലേ വീടോടടുത്തു. നിത്യ വീട്ടിലെത്താനി അല്പദൂരം മാത്രമേയു. നിത്യ വീട്ടിലെത്താൻ മാത്രമേയുള്ള സമയം വാഴ കാല ഉണർന്നു കൊള്ളുക. അസമയം വാഴാതെ. അപ്പൊ ശ്രദ്ധിക്കുക, നിത്യ വീട്ടിലെല്ലാം അല്പദൂരമേ ഉള്ളൂ. ആ അല്പസമയം കൊണ്ട് ഇതൊന്നും നശിപ്പിച്ചു കളയരുത്. ആരംഭത്തെക്കാൾ അവസാനമേറെ നല്ലതായിരിക്കണം. അപ്പോൾ ശുശ്രൂഷയ്ക്ക് ഇറങ്ങിയപ്പോൾ സ്വർഗം സാക്ഷിച്ചു എൻ്റെ പുത്രന്. തീരുന്ന സമയത്തും അത് തന്നെ ആ സാക്ഷ്യം. 2-ാം സങ്കീർത്തനത്തെ പിറകെ ആ പുത്രനെ ചുംബിക്കണം. സങ്കീർത്തനത്തിൽ കർത്താവിനെ പറ്റിയല്ലേ, അതല്ലേ കർത്താവ് ഉയർത്തെഴുന്നേറ്റ്. ശിഷ്യന്മാർ ചിലർ വിശ്വസിച്ചില്ല. 2 എമ്മൗസിലോട്ട് പോവുക. യെരുശലേമിൽ നിന്ന് 2 പേര്. ഒരുത്തൻ്റെ പേര് എഴുതിയിട്ടുണ്ട്, എന്തുവാ, ക്ലയോപാവ്. മറ്റേത് കൂടെ ഒരാളൂടെ ഉണ്ട്. 2 പേരോടെ പോയി. പോകുമ്പോഴും പറഞ്ഞുകൊണ്ടാണ് പോകുന്നത്. എന്നാലും ഈ പെണ്ണുങ്ങൾ കള്ളം പറഞ്ഞതായിരിക്കും കേട്ടോ. എന്നാൽ മറ്റേ പിള്ളേ പറഞ്ഞാൽ അല്ലെങ്കിലും അറിയാം മിക്കവാറും കള്ളം പറയാൻ. കാരണം ഇവർ ഭ്രമിച്ചായി പോകുന്നത്. എന്നാലും ഇങ്ങനെ തർക്കിച്ച് മതിച്ചപ്പോൾ ഒരാൾ കൂടെ വന്നു. ഏതായാലും സഹോദരനും വന്നു നന്നായി. എവിടാ വീട് ഒക്കെ ചോദിച്ച് പോവുക. യേശു കർത്താവാ. ഒരു വഴിപോക്കനെ പോലെ ഇവർക്കങ്ങ് തോന്നുക, പരദേശിയെ പോലെ. അങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പം എന്തുവാ നിങ്ങൾ ഈ 2 പേര് പറഞ്ഞോട്ട് പോകുന്നത്? ഓ എൻ്റെ അച്ഛാ ഒന്നും പറയണ്ട, ഞങ്ങൾ ഒരുത്തൻ്റെ കൂടെ 2-3 കൊല്ലം പടകും വലയെല്ലാം വലയും കണ്ണിയും പൊട്ടി. ഇനിയിപ്പോൾ അത് കുത്തിക്കെട്ടുകയും വേണം. വള്ളത്തിൻ്റെ പടി ഇളകി. ഇപ്പം 3-4 കൊല്ലമായിട്ട് എടുക്കാതിരുന്നേ. മറ്റേത് നെയ്ത് തേക്കുന്നതാ. അവിടെ ഇവിടെ ഒന്നും യോഗം ആയതുകൊണ്ട് നെയ്ത് തേക്കാനൊന്നും പരുവക്കേടായി. അയാൾ ചാകുകയും ചെയ്ത്. ഞങ്ങളുടെ കൂടെ 1-2 പെണ്ണുങ്ങളുണ്ടായിരുന്നു, വലിയ ഉണർവുകാരാ. യവന്മാർ മെതിഞ്ഞാൻ നിന്നേച്ച് പറഞ്ഞ് പുള്ളി ഉയർത്തെന്നും ഞങ്ങളൊട്ട് ഇതുവരെ കണ്ടും. ഇങ്ങനൊക്കെ തർക്കിച്ചും ബാധിച്ചും പോകുമ്പോൾ കർത്താവ് മോശയുടെ ന്യായപ്രമാണത്തിൽ നിന്നും അടുത്തത് സങ്കീർത്തന പുസ്തകത്തിൽ നിന്നും അങ്ങനെ എഴുതിയേക്കുന്നത്. എടുത്തു വരുന്ന വായിച്ച 24 ഏത് 24 സങ്കീർത്തനം 24 അല്ല അമ്മാമേ, ലൂക്കോസ് 24. മോശയുടെ ന്യായപ്രമാണത്തിലും പ്രവാചക പുസ്തകങ്ങളിലും സങ്കീർത്തനങ്ങളിലും അപ്പൊ സങ്കീർത്തനങ്ങളിൽ അവിടത്തെ പറ്റി എഴുതിയിട്ടുണ്ട്. അന്നേരം ആ വട്ടന്മാര് പറഞ്ഞ സങ്കീർത്തനം വായിക്കരുതെന്ന്. ഇവനെല്ലാം വെളിവുകേടല്ലാതെ ഉള്ളച്ചന്റെ അഭിപ്രായം തന്നെ അങ്ങനെ തന്നെ. അത് തന്നെ ദൈവത്തിന് മഹത്വം. എടാ, സങ്കീർത്തനത്തിൽ കർത്താവിനെ പറ്റി എഴുതിയിരിക്കുക. അന്നേരം പറയാ വായിക്കരുതെന്ന്. പിന്നെ പറയാനറിയാമേലെ നീ വായിക്കാതിരിക്കുന്നതാ. പ്രവാചക പുസ്തകത്തിലും സങ്കീർത്തനത്തിലും മോശയുടെ ന്യായപ്രമാണത്തിലുമൊക്കെ തന്നെ പറ്റി എഴുതിയേക്കുന്നു. അതുകൊണ്ട് തെളിയിച്ചു കൊടുത്തു. അത് തെളിയിച്ചു കൊടുത്തപ്പോൾ അവർ പിന്നെ പറഞ്ഞു ഉള്ളം കത്തി. അങ്ങനെയെങ്കിൽ സങ്കീർത്തനത്തിൽ നിന്ന് ധ്യാനിച്ചാലും ഉള്ളം കത്തും. പ്രൈസ് ദി ലോർഡ്. ലേഖനത്തിൽ നിന്ന് ധ്യാനിച്ചാലും ഉള്ളം കത്തും.
ഉൽപ്പത്തിയിൽ നിന്ന് ധ്യാനിച്ചാലും ഉള്ളം കത്തും. പ്രൈസ് ദി ലോർഡ്. ലേവ്യ പുസ്തകത്തിൽ നിന്ന് ധ്യാനിച്ചാലും ഉള്ളം കത്തണം. പ്രൈസ് ദി ലോർഡ്. എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസികമാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ സങ്കീർത്തനത്തിലെല്ലാം കർത്താവിനെ പറ്റിയാ. മോൾ ഉറങ്ങുകയാന്നോ? ഏത് ഭാഗമാണ് എടുത്തേക്കുന്നത്? ലൂക്കോസ് അല്ലേ? മിടുക്കി, ദൈവം അനുഗ്രഹിക്കട്ടെ. ഇംഗ്ലീഷാണോ? എനിക്കത് അറിയത്തില്ല. അപ്പൊ ശ്രദ്ധിക്കുക, തന്നെ പറ്റി എഴുതിയതെല്ലാം കൊണ്ട് തെളിയിച്ചു കൊടുത്തു. സങ്കീർത്തനത്തിൽ കർത്താവിനെ പറ്റി 2:12 വായിക്കുക. അവൻ കോപിച്ചിട്ട് നിങ്ങൾ വഴിയിൽ വെച്ച് നശിക്കാതിരിപ്പാൻ പുത്രനെ ചുംബിക്കണം. അല്ല, 22-ാം സങ്കീർത്തനം മുഴുവൻ കഷ്ടാനുഭവങ്ങളല്ലേ? 22:11 മുതൽ വായിച്ച്, കഷ്ടമെടുത്തിരിക്കാൻ എന്നെ വിട്ട് അകന്നിരിക്കരുത്, സഹായിപ്പാൻ എനിക്ക് ആരുമില്ല, അനേകം കാളകൾ എന്നെ വളഞ്ഞു, ബാശാൻ കൂറ്റന്മാർ ഭൂഷയോട് അലറുന്ന സിംഹം പോലെ എന്റെ നേരെ വായ് വിളർക്കുന്നു, ഞാൻ വെള്ളം പോലെ തൂങ്ങിപ്പോകുന്നു, പിന്നെ ബന്ധം വിട്ടിരിക്കുന്നു, പിന്നെ അയ്യോ. നിങ്ങൾ ആ ഭാഗം അങ്ങോട്ട് വായിച്ചേ. അവിടുന്ന് നമുക്ക് വേണ്ടി അനുഭവിച്ച വങ്കപ്പാടുകളും വ്യതകളും കഷ്ടാനുഭവങ്ങൾ ആത്മാവിൽ കണ്ടിട്ട് സങ്കീർത്തനക്കാൻ എഴുതി വെച്ചിരിക്കുക. ഈ ഭാഗം വായിക്കുമ്പോൾ കാൽവറിയിലേക്ക് നോക്കണം. പീലാത്തോസിന്റെ കൽത്തലം മുതൽ കാൽവറിയിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന ഭാഗമായി 22-ാം സങ്കീർത്തനം. പ്രൈസ് ദി ലോർഡ്. സങ്കീർത്തനത്തിലെല്ലാം കർത്താവിനെ പറ്റി എഴുതിയേക്കുന്നത്. അതുകൊണ്ട് സങ്കീർത്തനം വളരെ അനുഗ്രഹിക്കപ്പെട്ട പുസ്തകമാണ്. അതൊന്നും വായിക്കാതിരിക്കരുത് കേട്ടോ. ദൈവത്തിന് മഹത്വം. മാത്രമല്ല, ഒരു തെളിവൂടെ തരാം. ഈ കർത്താവ് ഉയർത്തെഴുന്നേറ്റു. ജീവിച്ചിരുന്ന് ശുശ്രൂഷ ചെയ്യുമ്പോഴൊക്കെ പറയുമായിരുന്നു മരിക്കുമെന്ന്. ഒടുവിൽ അതുപോലെ സംഭവിച്ചു. അവിടുന്ന് ഉയർത്തെഴുന്നേറ്റു. അരിമ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടു. മറിയയ്ക്ക്, കേഭാവിന്, 12 പേർക്ക്, 11 പേർക്ക്, എമ്മോസിപ്പോർക്ക്, കടക്കര വെച്ച് ബദാന്യ വെച്ച് മുറിയടച്ചിട്ടപ്പോൾ, തോമാസ് ഉള്ളപ്പോൾ, ശേഷം പേർക്ക്, 500-ൽ അധികം പേർക്ക്, പൗലോസ് പറഞ്ഞു ഒടുവിൽ അകാല പറഞ്ഞവരുള്ള എനിക്കും. എല്ലാവർക്കും പ്രത്യക്ഷപ്പെട്ട് ഒടുവിൽ ഇവരെ എല്ലാം ബദാന്യോളം കൂട്ടിക്കൊണ്ടുപോയി അന്ത്യകൽപ്പനയും കൊടുത്തു. നമുക്കറിയാം, മത്തായി 28, മർക്കോസ് 16, ലൂക്കോസ് 24, അപ്പോസ്തല പ്രവൃത്തി 1 അന്ത്യകൽപ്പന കൊടുത്തു. കൊടുത്തതിങ്ങനെ, ശക്തി വരും, ശക്തി ലഭിച്ചിട്ടേ നിങ്ങൾ വെളിയിലോട്ട് ഇവിടെ ഇരിക്കണം, കാത്തിരിക്കണം. ഇതെല്ലാം പറഞ്ഞ് അവിടുന്ന് സ്വർഗത്തിലേക്ക് പോയി. ശിഷ്യന്മാരെല്ലാം നോക്കി നിൽക്കുമ്പോൾ അവിടുന്ന് മുകളിലോട്ട് പോവുക. ഒരു മേഘം വന്ന് മൂടി മറച്ചു. അവിടുന്ന് അവരുടെ കാഴ്ചയ്ക്ക് മറഞ്ഞിട്ടും കണ്ണു വെട്ടിക്കാതെ നോക്കി നിൽക്കുക. ഒടുവിൽ ഇവർ പാർത്ത മാളിക മുറി വന്നു. അന്നേരം ഒരു 120 പേര് കൂടുന്ന 12-ാം വാക്യം വായിച്ചേ. 1:12 അപ്പോസ്തല പ്രവൃത്തി. ഒലിവുമല നേരെ യെരൂശലേമിലോട്ട് വന്നു. അടുത്തത് അപ്പോൾ ഏതാണ്ട് 120 പേര് കൂടുന്ന ഒരു സംഘമാണ്. ഇവരൊന്നിച്ച് കൂടിയിരുന്നപ്പം ദൈവാത്മാവ് വന്നുമില്ല, പരിശുദ്ധാത്മാവ്. അപ്പം പറഞ്ഞൊരു കാര്യം ചെയ്യേ, നമ്മുടെ കൂട്ടത്തിലൊരുത്തനുണ്ടായിരുന്നു, ഒരു നാശയോഗ്യൻ. അവനെ നാശം ഒപ്പിച്ചേച്ച് പോയി, തീർന്നു. കുടലുമെല്ലാം തുറിച്ച്. ആ വാക്യം താഴോട്ടൊന്ന് വായിച്ചേ. ഓടിച്ചു വായിര്. 120 പേര് കൂടുന്ന ഒരു സംഘം. പത്രോസ് എഴുന്നേറ്റ് നിന്ന് പറഞ്ഞതാ, സഹോദരന്മാരായ പുരുഷന്മാരെ. അപ്പൊ ഇങ്ങോട്ട് നോക്കിയാൽ താഴോട്ട് പഠിച്ചു വരുമ്പോൾ, സഹോദരന്മാരായ പുരുഷന്മാരെ, യേശുവിനെ പിടിച്ചു കൊടുക്കാൻ വഴികാട്ടിയായി യൂദ ഇവൻ ഒറ്റിക്കൊടുത്തു. അനീതിയുടെ കൂലി അവൻ കോതിച്ചു. ഞാൻ എപ്പോഴും പറയാറുണ്ട്, അനീതിയുടെ കൂലിയൊന്നും നമ്മുടെ കയ്യിൽ കാണരുത്. നമ്മുടെ കൈ വെടിപ്പായിരിക്കണം. നീതിക്ക് നിരക്കാത്ത 1 രൂപ നമ്മുടെ കൈ വരരുത്. വന്നാൽ ഗുണമാകുകയല്ല. സ്തോത്രം. മറ്റൊരാളെ ചതിച്ച് വഞ്ചിച്ച് സൂത്രം ഒപ്പിച്ച് ഒന്നും 1 പൈസ നമ്മുടെ കൂടാരത്തിൽ വരരുത്. വന്നാൽ ശരിയാകില്ല. എനിക്കറിയാം,
പറഞ്ഞാൽ നിങ്ങൾ പണങ്ങും. ഈ ചില സഭകളിലെ ചില സെൻട്രൽ പാസ്റ്റർമാർ കൈക്കൂലിയൊക്കെ മേടിച്ചാൽ നല്ല സഭ കൊടുക്കുന്നത്. എല്ലാ സഭയിലുമല്ല, എല്ലാ സെൻട്രൽ പാസ്റ്റർമാരുമല്ല. ഇനി നിങ്ങൾ പറയാ അങ്ങനെയൊന്നും ഇല്ലെന്ന് പറഞ്ഞാൽ ഞാൻ പേരുമൊക്കെ പറയാം. അതിൻ്റെ വേദി വരത്തില്ല, നിങ്ങൾക്ക് അറിയാമല്ലോ. നിങ്ങളും എല്ലാവരും കൊണ്ട് കൊടുത്തിട്ടുണ്ടോ എന്നും എനിക്ക് അത് കൈക്കൂലിയായിട്ടല്ല കൊടുക്കുന്നത്. അപ്പച്ചനെ കാണുമ്പോൾ ഒരു സന്തോഷം. അപ്പച്ചനെ ഇടയ്ക്കിടയ്ക്ക് പോയി സന്തോഷിപ്പിക്കുന്ന ആട്ടെ. ഒരപ്പച്ചന് 25,000 കൊടുത്തപ്പോൾ അപ്പച്ചൻ പറഞ്ഞു ഇത് കുറഞ്ഞു പോയി ജോയിക്കുട്ടിന്ന്. ഇവിടെ പറഞ്ഞിട്ട് കാര്യമില്ല. അവസാനം അപ്പച്ചൻ പോയത് എങ്ങനെയാണെന്നറിയാവോ? അനാവശ്യം മുഴുവൻ പറഞ്ഞ് അമേത്യന്മാർ ഭിത്തിയിൽ പറഞ്ഞ് ആ കൈ കൊണ്ടാണ് മേടിച്ചത്. ഇത് പറയുമ്പോൾ ഞാൻ ഭയത്തോടാ പറയുന്നത്. ആ കൈ കൊണ്ടാ മേടിച്ച് ആ കൈ കൊണ്ട് തന്നെ ഉച്ഛിഷ്ടം മാരി ഭിത്തിയിലറിഞ്ഞ് ആക്കി തലയിലും തൂത്ത്. ഇത് തലയിൽ തൂത്താൽ എന്തൊരു പ്രയാസമാണെന്ന് ഓർത്തോണം. നിങ്ങളൊന്ന് ചിന്തിച്ചേ. കൈവെടിപ്പായിരിക്കണം. കൈ മലർത്തുമ്പോൾ ഇതിനകത്ത് ആകൃത്യം ഒന്നും കാണരുത്. വെടിപ്പുള്ള കൈയും നിർമ്മല ഹൃദയവും, അങ്ങനെ തിരുവചനം. ഏത് സദസ്സിലും ഏത് സ്ഥലത്തും പ്രാഗൽഭ്യത്തോടെ കൈ ഉയർത്തണം. ദൈവദാസന്മാരാകുന്ന നമ്മൾ ശുശ്രൂഷകൾ ചെയ്യുമ്പോൾ ദൈവമക്കൾ നന്മ തരും. അത് മതിക്കുന്ന കാളയ്ക്ക് മോക്കട്ട കെട്ടരുത്. പക്ഷെ ചതിച്ചും സൂത്രം കാണിച്ചും വഞ്ചിച്ചും, എൻ്റെ ഭാഷ കുതികാല് വെട്ടി ഭീഷണിപ്പെടുത്തി ഇത്ര രൂപ തന്നില്ലേ നിന്നെപ്പറ്റി എഴുതും. എത്ര പേര് കാശ് കൊടുത്തെന്നറിയാമോ? അവസാനം എന്തിയേ? നിങ്ങൾ ചിലർ എന്നെ ഇങ്ങനെ സ്പർദ്ധിച്ച് നോക്കുന്നത് എന്ത്? ഭീഷണിപ്പെടുത്തിയേ എന്ത് ചെയ്യാ? എന്നിട്ട് വിധിക്കുന്നത് ദൈവമാ. പക്ഷെ ഇതൊക്കെ കാണുമ്പം അവരെ വിധിക്കണ്ട, ഞാനും നിങ്ങളും കുറച്ചുകൂടെ ഭയത്തോടെ ജീവിച്ചോണം. അതിനാ ഞാനിത് പറഞ്ഞേ. അല്ല, നമ്മളവരെ വിധിക്കണം. അതൊക്കെ അവരും പുള്ളിയും കൊണ്ട് തീർത്തോളും. ന്യായം വിധിക്കുന്ന അവർ കണക്ക് പറഞ്ഞോളൂ. നമ്മളെന്തിനാ കയറിക്കൊണ്ടളിയാ വഴക്കൊണ്ടോന്ന് ചോദിക്കുന്നേ? പക്ഷെ ഇതൊക്കെ കാണുമ്പം ഞാനും നിങ്ങളും നമ്മുടെ ജീവിതത്തെ ഒന്നുകൂടെ ക്രമപ്പെടുത്തിക്കോണം. ഹൃദയാലേഖനം പഠിപ്പിക്കുന്നത് പോലെ ഇത് നമുക്ക് ദൃഷ്ടാന്തമായിട്ട് തന്നിരിക്കുക. ലോകാവസാനം വന്നെത്തിരിക്കുന്നത് നമുക്ക് ബുദ്ധിയുപദേശത്തിനാണ് ഇത് തന്നിരിക്കുന്നത്. ദൈവത്തിന് മഹത്വം. കൈവെടിപ്പായിരിക്കണം. അവൻ അനീതിയുടെ കൂലി കൊതിച്ചെന്നാ. അങ്ങനല്ലേ 30 വെള്ളിക്കാശ്. അങ്ങനെ ഒന്ന് വാക്യം വായിച്ചേ മാമേ. അനീതിയുടെ. അപ്പൊ ഇവൻ അവരോട് തന്നെ പറഞ്ഞു, ഞാൻ പുള്ളിയെ കാണിച്ചു തരാം, എനിക്ക് എന്നാ തരുമെന്ന്. അവര് പറഞ്ഞു ഇത്ര. അത് പോരാ, അതിന് ഇവന് ഈ 30 ഒറ്റിക്കൊടുക്കാനൊരു കാര്യമുണ്ട്. അതാ 12-ാം അധ്യായത്തിൽ മറിയ കൊണ്ടുവന്ന് സ്വച്ഛയുടെ വാംസി തൈലം ഓടിച്ചു. അത് 300. അത് ഇവൻ്റെ പോക്കറ്റ് വരേണ്ടതാണ്. കാരണം പണസഞ്ചി അവൻ്റെ സഞ്ചി മാത്രം ഇവൻ അടിച്ചു മാറ്റുന്നവൻ അതിനകത്ത് നിന്ന്. അപ്പം അത് ഇവൻ്റെ കൊടുത്തിരുന്നെങ്കിൽ 300 വെള്ളി അത് വിറ്റ് 300 എടുത്ത് സഭയുടെ അക്കൗണ്ടിലിട്ടേച്ച് ഇവനും പെമ്പളയ്ക്കും പിള്ളേർക്കും അത് അടിച്ചു മാറ്റി. അത് ഇയാൾ കാരണമാണല്ലോ. അന്ന് 300-ക്ക് 300 30 30 സൂക്ഷ ഒറ്റുമെന്ന് പറഞ്ഞു. എൻ്റെ അക്കൗണ്ടിൽ വരേണ്ട 300 വെള്ളിക്കാശ് ഇയാൾ കാരണം പോയി. എന്നാൽ ഇവനെ 30-നാന്നേലും ഞാൻ പന്തിരുവരിയിലൊരുത്തനാം യൂതൻ വരുന്നു, തന്തയെ കാണിച്ചു കൊടുപ്പാൻ. പന്തിരുവരിയിലൊരുത്തനാം യൂതൻ വരുന്നു, തന്തയെ കാണിച്ചു കൊടുപ്പാൻ. ആ കഷ്ടം കഷ്ടം
തന്തയെ കാണിച്ചു 300 വെള്ളിക്കാശിന്. അത് നഷ്ടം വന്നതുകൊണ്ട് 30 വെള്ളിക്കാശിന്. എന്നിട്ട് ഇത് ഗുണം വന്നില്ലല്ലോ, ഗുണം വന്നില്ല. ഇവനോ ഇവന്റെ കുടുംബത്തിനോ വേണ്ടപ്പെട്ടവർക്കും ഗുണം വന്നില്ല. ഒടുവിൽ അത് ദൈവാലയത്തിൽ കൊണ്ടെറിഞ്ഞു. അവർ പറഞ്ഞു, ഞങ്ങൾക്ക് അങ്ങ് ഈ കാശ് വേണ്ട, ഇത് ഞങ്ങൾ അന്ന് വില മതിച്ചതല്ലേ, നീ എന്തിനാ ഇത് ഞങ്ങൾക്ക് കൊണ്ടു തരുന്നു, ഞങ്ങൾക്ക് കിട്ടാനുള്ളവനെ കിട്ടി, ഞങ്ങൾക്ക് അങ്ങ് കാശ് വേണ്ടെന്ന് പറഞ്ഞു. സ്തോത്രം. എന്നാ പിന്നെ നിലം മേടിച്ചേക്കാൻ, രക്തനിലം, അക്കൽധാമ. അപ്പൊ പത്രോസ് പറഞ്ഞു, ഇവൻ ഗുണമായില്ല, ഒറ്റിക്കൊടുത്തിട്ട് രക്ഷപ്പെട്ടില്ല, തൂങ്ങിച്ചാകാൻ നോക്കിയിട്ട് ഒത്തില്ല. എന്നാൽ സാധാരണ തൂങ്ങിയാൽ അവിടെ നാടുകയല്ലേ ചെയ്യേണ്ടത്, അത് പൊട്ടി താഴെ വീണിട്ടൊത്തോ കുടലെല്ലാം കൂടെ തുറച്ചു. എന്തോ കഷ്ടമാണെന്ന് ഓർക്കണം. അപ്പൊ പത്രോസ് പറഞ്ഞു, ആ നാശപുത്രൻ നാശയോഗ്യൻ പോയ സ്ഥാനത്ത് നമുക്കൊരുത്തനെ തെരഞ്ഞെടുക്കണം. നമ്മൾ 12 പേരല്ലേ, ഒരുത്തൻ പോയല്ലോ. അപ്പൊ ശിഷ്യന്മാർ ചോദിച്ചു, അങ്ങനെ നമുക്ക് ഒരുത്തനെ തെരഞ്ഞെടുക്കാൻ പ്രമാണം വല്ലോ ഉണ്ടോ? ഉടനെ പറഞ്ഞ പ്രമാണമുണ്ട്. സങ്കീർത്തന പുസ്തകത്തിൽ പ്രമാണം 109:8 അങ്ങനെയല്ലയോ പ്രമാണം കിടക്കുന്നത്. സങ്കീർത്തന പുസ്തകത്തിൽ അവന്റെ വാസസ്ഥലം ശൂന്യമായി പോകട്ടെ, അവന്റെ അധ്യക്ഷ സ്ഥാനം എന്ന് പറഞ്ഞാൽ 109-ാമത്തെ സങ്കീർത്തനത്തിൽ പകരം ഒരുത്തനെ തെരഞ്ഞെടുക്കാമെന്നും അവൻ പോകട്ടെ എന്നും പ്രമാണമുള്ളത് കൊണ്ട് ഒരുത്തനെ തെരഞ്ഞെടുക്കാം. അങ്ങനെ മത്തിയാസിനെ തെരഞ്ഞെടുത്തു. അപ്പൊ ഈ മത്തിയാസിനെ തെരഞ്ഞെടുക്കാനുള്ള വ്യവസ്ഥയും പ്രമാണവും സങ്കീർത്തന പുസ്തകത്തില്ല. അതാ ഞാൻ പറഞ്ഞ സങ്കീർത്തനത്തിന് പ്രാധാന്യം ഉണ്ടെന്ന്. അങ്ങനെ എത്രയെത്ര വാക്യങ്ങൾ ഇപ്പൊ ഇത്രയും കേട്ടാൽ മതി. ദൈവത്തിന് മഹത്വം. ഏത് ക്ലോക്കാ ശരി? അത് എല്ലാം ശരിയാ. 12:30. ഇപ്പൊ ഇത് കറക്റ്റ് അല്ലേ? ഒരു 1:30 നിർത്തട്ടെ അതോ 1 മണിക്ക് നിർത്തണോ? എന്തേലും മാ തുറന്ന് പറ. അപ്പൊ ശ്രദ്ധിക്കുക, സങ്കീർത്തനത്തിന് വളരെ പ്രാധാന്യമുണ്ട്. ഈ 150 സങ്കീർത്തനത്തിന്റെ വേറൊരു പ്രാധാന്യം, ഈ വേറെ പുസ്തകത്തിലെ ആദ്യത്തെ പുസ്തകം 5 പുസ്തകമാ. ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ. ഇത് മോശയുടെ പഞ്ചഗ്രന്ഥം, മോശ എഴുതിയ എന്ന് പറഞ്ഞ പോലെ സങ്കീർത്തനങ്ങളും 5 പുസ്തകമാണ്. നിങ്ങൾ 42-ാമത്തെ സങ്കീർത്തനത്തിന്റെ തലേക്കെട്ട് വായിച്ചേ. തലക്കെട്ട് അത് വാക്യമല്ലേ അമ്മേ? അതിന്റെ മേളിലൊരു പദമുണ്ടല്ലോ, അത് വായിക്കാനാ പറഞ്ഞേ. എന്തുവാ? 2-ാം പുസ്തകം. അമ്മാമ്മയുടെ പേരെന്തുവാ? ജയ്മോള്. അപ്പൊ 1-ാം പുസ്തകം എവിടം മുതൽ എവിടം വരെ പറ? എവിടം മുതൽ? 1 മുതൽ 41 വരെ 1-ാം പുസ്തകം. ഈ 42-ന്റെ ഹെഡിങ്ങിൽ 2-ാം പുസ്തകം. ഇനി 73-ന്റെ ഹെഡിങ് വായിച്ചേ. 3-ാം പുസ്തകം. അപ്പൊ 2-ാം പുസ്തകം എവിടം മുതൽ എവിടം വരെ? 42 മുതൽ 72 വരെ. ഇനി 90-ാം സങ്കീർത്തനത്തിന്റെ ഹെഡിങ് 4-ാം പുസ്തകം. അപ്പൊ 3-ാം പുസ്തകം എവിടം മുതൽ എവിടം വരെ? 73 മുതൽ 89 വരെ. ഇനി 107-ാം സങ്കീർത്തനത്തിന്റെ ഹെഡ് തലക്കെട്ട് വായിച്ചേ. ചുമ്മാ ഇരുന്ന് പുറപുറക്കാരെ ഉറക്കെ പറ. 5-ാം പുസ്തകം. അപ്പോൾ 4-ാം പുസ്തകം എവിടം മുതൽ എവിടം വരെ? 90 മുതൽ 106 വരെ. 5-ാം പുസ്തകം 107 മുതൽ 150. അപ്പോൾ ഈ 150 സങ്കീർത്തന പുസ്തകം 5 പുസ്തകമായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. മാത്രമല്ല ഓരോ പുസ്തകവും അവസാനിപ്പിക്കുമ്പോൾ ഒരു പ്രയോഗമുണ്ട്, ആമീൻ. നിങ്ങൾ വായിച്ചാൽ മനസ്സിലാകും. ഓരോ പുസ്തകം തീരുമ്പോഴും ആ 41-ന്റെ ഒടുവിൽ വായിച്ച ആമേൻ എന്നില്ലേ? ആമീൻ. അങ്ങനെ തന്നെ. എങ്ങനെ? ഞാനിങ്ങനെ പറയാം, ഇഷ്ടമുണ്ടോ ചോദിച്ചാൽ മതി. അവൻ ആചരികത്ത് നട്ടിരിക്കുന്ന തക്ക കാലത്ത് ഫലം കായ്ക്കുന്ന ആമീൻ. അങ്ങനെ തന്നെ. നന്മയും കരുണയും നിന്റെ ആയുഷ്കാലമൊക്കെ ആമീൻ. അങ്ങനെ തന്നെ. സ്തോത്രം.
എല്ലാ പുസ്തകവും അവസാനിപ്പിക്കുമ്പോൾ ആമേൻ. അങ്ങനെ തന്നെ 72 ഒടുവിൽ അങ്ങനല്ലേ എഴുതിയേക്കുന്നത്? ആമേൻ എന്നില്ലേ? ആമേൻ. സ്തോത്രം. 89 ഒടുവിലും ഇല്ലേ ആമേൻ എന്ന് ഒരു വാക്യം മുന്നില്? ആമേൻ. എല്ലാ പുസ്തകത്തിലും ആമേൻ. അത് അങ്ങനെ തന്നെ. അപ്പൊ ഈ സങ്കീർത്തനത്തിന് വളരെ പ്രാധാന്യമുണ്ട്. ആട്ടെ, ഞാൻ ആ ഭാഗത്തേക്കൊന്നും പോകുന്നില്ല. അങ്ങനെ പോയ ഒത്തിരി പറയും. ഈ 150 സങ്കീർത്തനത്തിൽ ഏതാണ്ട് 100 സങ്കീർത്തനവും ദാവീദ് എഴുതിയതാണ്. പിന്നെ ശലോമോൻ എഴുതിയ സങ്കീർത്തനമുണ്ട്, കോരകപുത്രന്മാരുടെ ധ്യാനമുണ്ട്, മോശെ 90 സങ്കീർത്തനം അത് പ്രാർത്ഥനയാണ് അഹരോന്റെ നിര്യാണത്തോടുള്ള ബന്ധത്തിൽ. 1 സങ്കീർത്തനവും 119 സങ്കീർത്തനവും എസ്രാ ശാസ്ത്രി എഴുതിയത് എന്ന് ചിലർ അഭിപ്രായപ്പെടുന്നു. 91 സങ്കീർത്തനം യോശുവ എഴുതിയത് എന്നാണ് പലരും പറയുന്നത്. അങ്ങനെ ഈ സങ്കീർത്തനമെല്ലാം വളരെ പ്രയോജനമാണ്. ഈ വേദപുസ്തകത്തിലെ വേറൊരു പ്രധാനപ്പെട്ട ഒരു ഭാഗം നിങ്ങൾക്കറിയാം, ഈ അപ്പനും മോനും കൂടെ സങ്കീർത്തനം എഴുതിയെന്നുള്ളതാണ്. ദാവീദും ശലോമോനും ഒക്കെ വലിയ ഭാഗ്യമാണ്. അപ്പനും മകനും കൂടെ ഒക്കെ വലിയ ഭാഗ്യമല്ലേ? അപ്പനും 100 എണ്ണം എഴുതി, മോൻ അത്ര എഴുതിയില്ലെങ്കിലും മോനും എഴുതി. പിന്നെ ഒടുവിൽ മോൻ നല്ല മോനായിട്ട് തന്നെ പുള്ളി എന്നാലും 2 പേരും എഴുതി, അപ്പനും മകനും. നിന്റെ പിതാക്കന്മാർക്ക് പകരം നിന്റെ മക്കൾ ഇരിക്കും. അതൊക്കെ വലിയ ഭാഗ്യമാണ്. അങ്ങനെ ഈ സങ്കീർത്തനം ഇങ്ങനെ ധ്യാനിച്ച് പഠിച്ചാൽ നമ്മൾ ഭയങ്കര സന്തോഷമാണ്. നമുക്ക് ദൈവവചനം ധ്യാനിക്കുന്നത്, സ്തോത്രം, ഭയങ്കര ആനന്ദം ഉണ്ടാകും. അതെ, ഞാൻ സമയത്തെയും കൂടെ ഭയപ്പെടുന്നു. അതുകൊണ്ട് എടുത്ത വാക്യത്തോട് കൂറ് പുലർത്തി 1-2 കാര്യങ്ങൾ ചിന്തിക്കാം. നമ്മൾ ഇന്ന് പകൽ വായിച്ചത് 90 സങ്കീർത്തനത്തിൻ്റെ 12 വാക്യമാണ്. ഇസ്രായേലിൻ്റെ പ്രഥമ മഹാപുരോഹിതനാകുന്ന അഹറോൻ മരിച്ചു. സംഖ്യാപുസ്തകം 20 അധ്യായം പഠിക്കുമ്പോൾ സഹോദരനും സഹോദരിയും 2 പേരും മരിച്ച അധ്യായമായി 20. ആദ്യം മിരിയ മരിച്ചു, കാദേശിൽ വെച്ചു. അതിൻ്റെ ഒരു ഭാഗം തന്നെ ഹോർ പർവ്വതം. അഹരോനും മരിച്ചു. അഹരോൻ മരിക്കുന്നതിന് മുന്നേ മോശയോട് ദൈവം പറഞ്ഞു, അഹരോനെ എലയാസനെ കൂടെ കൂട്ടി പർവ്വതത്തിലോട്ട് പോകണം. അഹരോൻ മരിച്ച് ജനത്തോട് ചേരാൻ പോവുക. നീ അഹരോന്റെ വസ്ത്രം ഊരി മകൻ എലയാസനെ ധരിപ്പിക്കണം, അവനെ ശുശ്രൂഷയ്ക്കായിട്ട് നിയമിക്കണം. ഈ കാര്യങ്ങളെല്ലാം മോശെ ചെയ്തു. അഹരോൻ മരിച്ച് ജനത്തോട് ചേർന്നു. ഇസ്രായേൽ മക്കൾക്ക് വലിയ സങ്കടമായി. പ്രഥമ മഹാപുരോഹിതനാ. അഹരോൻ മരിക്കാനുള്ളതിൻ്റെ അന്നേരം മരിക്കാനൊക്കെ പല കാരണമുണ്ട്. ആ ഭാഗത്തേക്ക് ഇപ്പം പോകുന്നില്ല. ദൈവത്തിന് മഹത്വം, പല കാരണങ്ങളാണ്. എന്തായാലും അഹരോൻ മരിച്ചു. ഇസ്രായേലിന് സങ്കടമായി. ഇങ്ങനെ വിലപിച്ച് ഭാരപ്പെട്ടിരിക്കുന്ന ഇസ്രായേലിനെ പ്രത്യാശയുടെ കൊടുമുടിയിലേക്ക് ഉയർത്തുന്ന പ്രാർത്ഥനയാണ് മോശയുടെ 90 സങ്കീർത്തനം. വാക്യങ്ങളെല്ലാം നമുക്ക് പല വാക്യങ്ങളും മനപ്പാടമാണ്. അങ്ങനെ പറഞ്ഞ് വന്ന കൂട്ടത്തിൽ പറഞ്ഞൊരു പദം 12 വാക്യം ഒന്നുകൂടെ വായിക്കാം. ഞങ്ങൾ ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കത്തക്ക വണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ. ഇന്ന് പകല് ഒരല്പസമയം നമ്മൾ ചിന്തിക്കാൻ പോകുന്ന ഒരു ചെറിയ വിഷയം, ദൈവമക്കൾ എണ്ണേണ്ടതായ ഒത്തിരി കാര്യമുണ്ട്. ആവശ്യമില്ലാത്തതൊന്നും നമ്മൾ എണ്ണരുത്. അതിനൊക്കെ നമുക്ക് നല്ല മിടുക്കാം. ചെല്ല് വഴക്കുണ്ടാക്കാൻ പറ്റില്ലേ, എന്നെ കൊണ്ട് ചരിത്രമൊന്നും പറയിപ്പിക്കരുതല്ലേ, എണ്ണിക്കരുതെന്ന്. ഞങ്ങളുടെ നാട്ടിലൊക്കെ അങ്ങനെ കൂടുതൽ എന്നെ കൊണ്ട് എണ്ണിക്കരുത്. നമുക്ക് ആവശ്യമില്ലാത്തതെല്ലാം എണ്ണാൻ നല്ല വിരുദ. പക്ഷെ നമ്മൾ എണ്ണേണ്ട ധാരാളം കാര്യമുണ്ട്. ഇന്ന് പകല് 1-2 കാര്യങ്ങൾ നമുക്ക് വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചിന്തിക്കാം. നമ്മൾ എന്തൊക്കെ എണ്ണണം? ഇവിടെ സങ്കീർത്തനക്കാരൻ പാടുക, ഞങ്ങളുടെ നാളുകളെ എണ്ണണം. ഇവിടെ ഇരിക്കുന്ന സകല ആൾക്കാരും നമ്മുടെ നാളുകളെ ഒന്ന് എണ്ണണം. എത്ര നാൾ നമ്മളിവിടെ ജീവിച്ചു, ഇനി എത്ര നാൾ ജീവിക്കും? ചിലരുടെ ആ നോട്ടോ ഇരിപ്പ് കണ്ട പാസ്റ്റർ ഈ ആഴ്ച ഞാൻ തേക്കത്തില്ല കേട്ടോ, അങ്ങനെ എണ്ണിയിരിക്കുന്നത് പോലെ എനിക്ക് തോന്നുക. ആ തൂങ്ങിച്ചത്തോളം ഇരിപ്പൊക്കെ കണ്ടിട്ട് ആർക്കും ഒന്നും വരാതിരിക്കട്ടെ. അല്ല, ഇതൊന്ന് എണ്ണുന്ന നല്ലതാണ്. ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ
ഉപദേശിക്കണം, എണ്ണണം. ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ എത്ര വർഷം ജീവിക്കും? ഒരു കണക്ക് പറയാം. ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ ഒരു 80 വർഷം, ഒരു ന്യായമായ കണക്ക് തരിക. കാരണം ഒരു പ്രയോഗമുണ്ടല്ലോ, 70 ഏറെ ആയാൽ 80 എന്നൊരു പ്രയോഗമുള്ളത് കൊണ്ട് ഒരു 80ൻ്റെ കണക്കെടുക്കുക. ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ 80 കൊല്ലം ജീവിച്ചിരുന്നാൽ എത്ര ദിവസം ജീവിക്കും? പാഷന്മാരാരും പറയരുത്. ഇതൊക്കെ എണ്ണണ്ടേ? അപ്പുറത്തെ വീട്ടിൽ എന്നാ നടക്കുന്നത് എണ്ണുന്നുണ്ടല്ലോ. ബന്ധുക്കാരുടെ വീട്ടിൽ നടക്കുന്ന കാര്യമല്ല ഇരുന്ന് എണ്ണുന്നില്ലേ? അപ്പുറത്തെ സഭയിൽ എന്നാക്കിയാന്നുള്ളത് എണ്ണുന്നവരുണ്ട്. അതൊക്കെ മാറ്റി വെച്ച് ഇതൊന്നും എണ്ണിക്ക്. ആട്ടെ, എണ്ണാനൊരു എന്തോ മോനെ പുറകിരുന്ന് പറയുന്നത്, എണ്ണുന്നെന്നാണോ എണ്ണുകയല്ലെന്നാണോ അവരേതാണ്ട് പറയുന്നിരുന്നു. ആട്ടെ, ന്യായമായ കണക്ക് 1 സെക്കൻഡ് അല്ല, ഇതല്ലേ 1 സെക്കൻഡ്? പറ വച്ചേ. ആ, ഇങ്ങോട്ട് നോക്ക്. അതിന് ഇത്ര നാണം. 1 സെക്കൻഡ് എത്ര സെക്കൻഡാ? 1 മിനിറ്റ് 60. എത്ര മിനിറ്റാ 1 മണിക്കൂർ? 60. എത്ര മണിക്കൂറാ 1 ദിവസം? 24. എത്ര ദിവസമാ ഒരാഴ്ച? 7. എത്ര ആഴ്ചയാ 1 മാസം? ന്യായമായ ഒരു കണക്ക്. 4. എത്ര മാസമാ 1 വർഷം? 12. എത്ര ദിവസമാ 1 വർഷം? മോളെത്രയിലാ പഠിക്കുന്നേ? +2. ദൈവം അനുഗ്രഹിക്കട്ടെ, എല്ലാം കൃത്യം പറഞ്ഞല്ലോ. ഇനിയും ദൈവം ബുദ്ധി തരട്ടെ. അപ്പോൾ 1 സെക്കൻഡ് 60 സെക്കൻഡ് 1 മിനിറ്റ്, 60 മിനിറ്റ് 1 മണിക്കൂർ, 24 മണിക്കൂർ 1 ദിവസം, 7 ദിവസം ഒരാഴ്ച, 4 ആഴ്ച 1 മാസം, 12 മാസം 1 വർഷം, 365 കാലെന്നാ 365 എടുക്കേ, 365 ദിവസം 1 വർഷം. അപ്പം 80 വർഷം ജീവിച്ചിരിക്കുന്ന ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ എത്ര ദിവസം ജീവിക്കും? 20 കൂട്ടിയില്ലേ? 20 മൊബൈലിലാണോ കൂട്ടിയത്? അതോ മൊബൈലിലാ കൂട്ടിയതാണ്. അപ്പോൾ 29,200 ദിവസം, 80 വർഷം ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന ഒരു മനുഷ്യൻ 29,200 ദിവസമായി ജീവിക്കുന്നത്. ഈ കണക്ക് തയ്ക്കാൻ വേണ്ടി ഒരു 30,000 അങ്ങ് എടുത്തു. 30,000 കണക്ക് തയ്ക്കണ്ടേ? പണ്ട് കപ്പിയാരും അച്ഛന്മാരും എല്ലാം കൂടെ പള്ളിക്കണക്ക് വായിച്ചപ്പം മുഴുവൻ പ്രശ്നമാണ്. അവസാനം വീട്ടിൽ നിന്ന് പോയപ്പോൾ കൊച്ചമ്മ ബസ്കിയമ്മ പറഞ്ഞു, അച്ഛാ സൂക്ഷിക്കണം, ജോർജ് വലിയ പ്രശ്നക്കാരവൻ, അവൻ പ്രശ്നം ഉണ്ടാക്കും, മറ്റവനും അവൻ്റെ കൂടെ ഉള്ളവനാ തങ്കച്ചൻ, അവന്മാരെ ശ്രദ്ധിച്ചോണം കണക്ക്. അപ്പോൾ ഈ പള്ളിക്കണക്കിന് കണക്കെന്നല്ല പറയുന്നത്. ഞങ്ങളുടെ നാട്ടിലൊക്കെ അവിടെയൊക്കെ പറഞ്ഞ തിരട്ടെന്നാണ് പറയുന്നത്. തിരട്ട്. അപ്പം കണക്കെല്ലാം പറഞ്ഞിട്ട് വന്നപ്പം കൊച്ചമ്മ ചോദിച്ചു, എങ്ങനെ ഉണ്ടായിരുന്നു? ഞാൻ ഒരു തരത്തിലൊക്കെ പറഞ്ഞു. ഒഴിവിൽ ജോർജ് തിരട്ടയിലാ കയറി പിടിച്ചെന്ന് പറഞ്ഞു. കൊച്ചമ്മ പറഞ്ഞു, അവനെ ശരിയാക്കി വെച്ച് വേണ്ടേ വരാൻ. ആ കണക്കിൻ്റെ അവസാനം, തിരട്ടിൻ്റെ അവസാനം വന്നപ്പോൾ ഇവൻ കയറി പ്രശ്നം ഉണ്ടാക്കി. അപ്പോൾ ഒരു തരത്തിൽ അച്ഛൻ ഇത് ഒപ്പിച്ചുകൊണ്ട് വന്നത് എന്ന് പറഞ്ഞതുപോലെ നമുക്കൊന്ന് തികയ്ക്കണ്ടേ? 30,000 പണ്ട് പള്ളി കണക്ക് എഴുതി വന്നപ്പം പിരിവെല്ലാം എഴുതിയപ്പം 500 രൂപ ഒരു തരത്തിൽ ഒക്കുന്നില്ല. ഉടനെ അന്തർയോസ് പുണ്യാളം പറ്റ് എഴുത്. ഇത് 500 രൂപ ഒപ്പിക്കണ്ടേ? നോക്കിയിട്ടൊന്നും ഇത് എവിടാ ഒന്ന് കൊള്ളിക്കാൻ. ഉടനെ പറഞ്ഞ അന്തർയോസ് പുണ്യാളൻ പറ്റ് 500 രൂപ എഴുതേ. അപ്പൊ ഇതൊന്ന് ഒപ്പിക്കാൻ വേണ്ടി ഒരു 30,000 വന്നങ്ങ് എടുക്കേ. 29,200 കണക്ക്, 80 വർഷം. അപ്പം 30,000. ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ എണ്ണണം. അപ്പം
ഈ 30,000 ദിവസം നമുക്ക് കിട്ടുക, 80 വർഷം ജീവിക്കുന്ന ഒരു മനുഷ്യന് കിട്ടുക. ഈ 30,000 ദിവസത്തിൽ കർത്താവിന് വേണ്ടി നമ്മൾ എത്ര ദിവസം എത്ര നാള് ചെലവാക്കുന്നുള്ളതായ എൻ്റെ വിഷയം. നാളുകളെ ഒന്ന് എണ്ണണം. അതിൽ ന്യായമായ കണക്ക് പറയാം. ഡോക്ടേഴ്സൊക്കെ പറയുന്നത് ഒരു ദിവസം കുറഞ്ഞതൊരു 8 മണിക്കൂറെങ്കിലും ഉറങ്ങണമെന്ന ഡോക്ടർമാർ. അപ്പം അങ്ങനെയാകുമ്പോൾ ഒരു ദിവസം 24 മണിക്കൂറാണ്. ആ 24 മണിക്കൂറിൽ 8 മണിക്കൂർ 3 × 8 24, 3-1 ഉറക്കം. മിക്കവരുടെ ഇരിപ്പ് കണ്ട് 3-1 ഉറങ്ങില്ല, ബാക്കി ഇവിടെയും കൂടെ വന്നിരുന്ന് ഉറങ്ങുക. 3-1 തീർത്തേച്ചാ വന്നത്. പിന്നെ ഇവിടെ അന്നേ നല്ല അന്തരീക്ഷവും AC ഒക്കെ ഇട്ട് വളരെ ഉറങ്ങാൻ എന്ത് നല്ല അന്തരീക്ഷം. അപ്പം അത് നമുക്ക് വിട്ടേക്കാം 3-1. അപ്പോൾ 3-1 ഉറങ്ങുക. 30,000 ദിവസത്തിൽ 3-1. അപ്പം എത്ര ദിവസം ഉറങ്ങി തീർത്ത് മോളെ? മോള് മാത്സിന് നല്ല മിടുക്കിയ. 10,000 ദിവസം ഉറങ്ങി തീർത്തു. നാളുകളെ ഒന്ന് എണ്ണണം. അമ്മ ഇവിടെ ഒന്ന് കൈയോട് ചേച്ചിങ്ങനെ ഈ 66 കവിയെ പിടിച്ചിരിക്കുന്ന പോലെ പോയാൽ പോരാ. ഇതൊക്കെ ഒന്ന് എണ്ണണ്ടേ? 30,000 ദിവസം എനിക്കും നിങ്ങൾക്കും ദൈവം തന്നാൽ 10,000 ദിവസവും നമ്മൾ അല്ല ഈ ഉറക്കം എല്ലാവരും കിട്ടുന്നതിലും ഗുണം വന്നോ? സ്തോത്രം. 10,000 ദിവസം അങ്ങനെ പോയിട്ട് 20. ഈ 20 ഞാൻ ഈ അടുത്ത കാലത്ത് ഒരാളോട് ചോദിച്ചു, ഭക്ഷണം എത്ര നേരം കഴിക്കും? അപ്പം ഞാനോർത്ത് അവൻ്റെ ഇരിപ്പുമൊക്കെ കണ്ടപ്പം 2 or 3 പറയുമെന്ന്. അവൻ പറഞ്ഞു 4 നേരം കഴിക്കുമെന്ന് പറഞ്ഞു. അയ്യോ, ഞാൻ പറഞ്ഞു വേണ്ട, 4 വേണ്ട, ഒരു 3 നേരം എടുക്കാം. ആ 3 നേരത്തെ ഭക്ഷണത്തിന് ചിലർ നന്നായിട്ട് സമയമെടുത്ത് കഴിക്കുന്ന ആൾക്കാരുണ്ട്, നല്ലതുപോലെ ടൈം എടുക്കും. പിന്നെ കുളി, തേവാരം, ഒരുക്കം, അതൊക്കെ പറയണ്ടല്ലോ, നല്ല ടൈം എടുക്കുന്ന ആൾക്കാരുണ്ട്. എന്തും വേണ്ട ഒപ്പിച്ചാച്ചാ ഒരു പരുവത്തിന് വന്നിവിടെ ഇരിക്കും. എന്നിട്ടും അത്ര സന്തോഷമില്ല. ഒന്നും ശരിയാ, ഞാൻ പെട്ടെന്നായതുകൊണ്ടൊന്നും ഇല്ലേ, മനുഷ്യൻ്റെ രീതി അതാ. പിന്നെ യാത്ര, ബന്ധുവീടുകളെ സന്ദർശനം, യാത്ര, കല്യാണം, അടിയന്തരം, ഇങ്ങനെയുള്ള ഒത്തിരി ചടങ്ങുകളുണ്ടല്ലോ. ഞാൻ എൻ്റെ കണക്കുണ്ട്, ഞാൻ കണക്കെടുത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ അതെല്ലാം കൂടെ എടുത്താൽ ഒരു 15,000 ദിവസം അങ്ങനെ പോയി. ഭക്ഷണം, യാത്ര, കുളി, തേവാരം, മറ്റ് കാര്യങ്ങളിലൊക്കെ ഏർപ്പെടുമല്ലോ. വെറുതെ ഇരിക്കുക, അപ്പുറത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം കൂടെ ഒരു 15,000. ഉറക്കത്തിന് 10,000, ബാക്കി ചടങ്ങുകൾക്കെല്ലാം. അപ്പം 15,000-ഉം 10,000-ഉം 20 പോയിട്ട് എത്ര ദിവസമുണ്ട്? 80 കൊല്ലം ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന ഒരു മനുഷ്യന് പിന്നെ 5,000 ദിവസമുള്ളൂ. ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഒന്ന് ഉപദേശിക്കണം. എണ്ണണ്ടേ? ഈ 5,000 ദിവസം കിട്ടുന്നത് ആർക്കാ? 80 വർഷം ജീവിച്ചിരിക്കുന്ന വ്യക്തിക്കാ. നമ്മളിൽ പലരും ജീവിതത്തിൻ്റെ മധ്യഭാഗത്തായ യേശുവിനെ കണ്ടേ. ചിലർ ജീവിതത്തിൻ്റെ സായാഹ്ന വേളയോട് അടുക്കുമ്പോഴാണ് യേശുവിനെ കണ്ടേ. ചിലർ കർത്താവിനെ കണ്ട് അധിക നാൾ ജീവിച്ചിരുന്നില്ല, മാറ്റപ്പെട്ടു. അങ്ങനെയെങ്കിൽ പ്രിയരെ, നമ്മൾ എത്ര ദിവസം ദൈവത്തിന് വേണ്ടി ചെലവാക്കുന്നു? എത്ര മണിക്കൂർ? നമ്മൾ ഇച്ചിരി എങ്ങാണ്ട് ചെയ്ത് വെച്ച് ഓരോ കുഞ്ഞോളച്ചന്മാർ പോലെ കോഴി മുട്ടയിട്ടതുപോലെ കിടന്ന് കൊക്കുക. ആന കാട്ടി പ്രസവിച്ചു, ഒരുത്തനും അറിഞ്ഞില്ല, വീഡിയോക്കാരനുമില്ല, മൊബൈലുകാരനുമില്ല. ആനയ്ക്ക് നല്ല വിലയുള്ളതല്ലേ. നടക്ക് 4,000, മുടിക്ക് 3,000 പണ്ടത്തെ കണക്ക്. മുടിക്ക് 3,000, നടക്ക് 4,000 അന്നത്തെ കണക്ക്. ഇന്നാന്നേ ലക്ഷങ്ങളാണ്. ആ ആന പ്രസവിച്ചിട്ട് ആരും അറിയുന്നില്ല. കോഴി മുട്ടയിട്ടേച്ച് കോക്കി, അയ്യോ, ഉറങ്ങിക്കിടന്ന അച്ചായനെ എഴുന്നേറ്റു, അയാളുടെ പുറത്തൂടെ ചാടി മാന്തി.
കറച്ചട്ടിയും കറിയും ഒന്നാന്തരം നെന്മിയും കറി വെച്ച് അതിനകത്ത് അതിൻ്റെ കാല് അതെടുത്ത് ഊരെ കളഞ്ഞു. ഷോക്കേസിലിരുന്നത് തല്ലി പൊട്ടിച്ചു. ടി വിയുടെ മണ്ടയിലിരുന്ന ഫ്ലവർ, നല്ല ഫ്ലവർ വീള് ആ താട്ടിക്കൾ ഇട്ടത് എത്ര? 50 പൈസയുടെ മുട്ട. 50 പൈസയുടെ മുട്ട ഇട്ടേച്ച് മുടിച്ച് തേച്ച് കഴുകിയത്. അല്ല, ആത്മീക ലോകത്ത് ഇതല്ലേ നടക്കുന്നേ? ആർക്കേലും 2 ട്രാക്ട് കൊടുക്കും. ഏതേലും കൺവെൻഷനിൽ ഒന്ന് പ്രസംഗിക്കും. ഞാൻ എന്നെ പ്രതിയാക്കിയാ പറയുന്നേ. ഒരു പ്രസംഗം ഉടനെ ഹെഡിങ് കൊടുക്കുന്ന തകർത്തു വാരി. എന്തോ തകർത്തു വാരി? വെളിവില്ല ഒരെണ്ണത്തിന്. ഇപ്പോഴത്തെ പിള്ളേരോട് പറഞ്ഞു, ഓ പൊളിച്ചു. എന്തോ പൊളിച്ചു? 2-ാം സങ്കീർത്തനത്തിലൊരു വാക്യമുണ്ട്, സ്വർഗത്തിലിരിക്കുന്നവൻ ചിരിക്കുന്നു ഇതെല്ലാം കണ്ട്. നമ്മുടെ വിക്രിയകളെല്ലാം കണ്ട് ദൈവം ചിരിക്കുക അല്ലേ? നമ്മൾ കർത്താവിന് വേണ്ടി എന്തോ ചെയ്യുന്നു? ഒന്നും ചെയ്യുന്നില്ല. കുറ്റരോഗികൾ പറഞ്ഞ പോലെ നമ്മൾ കുറ്റക്കാരാ. ഇത് സദ്വർത്തമാന ദിവസമാ. ആത്മാർത്ഥമായിട്ട് നിങ്ങൾ അവനവന് ശോധന ചെയ്യ്. നമ്മൾ എന്തോ ചെയ്യുന്നു? എത്ര ദിവസം ദൈവത്തിന് കൊടുക്കുന്നു? അത് തന്നെ സഭായോഗത്തിന് വരുന്നത് തന്നെ 10 എന്നുള്ളത് 12:30 കഴിഞ്ഞ ഉടനെ ഈ കട്ടകാരമുള്ള് ചന്തിക്കടിയിലിരിക്കുന്നത് പോലെ. കട്ടകാരമുള്ള് ഉരുളച്ചനറിയാം. കട്ടകാരമുള്ള് ആ ഭാഗത്തൊക്കെ ഉള്ളതാ. ഇവിടെ തന്നെ അതിന് പറയും, ഇവിടെ എല്ലാം പറയാം അതിന്. പിന്നെ 12:30 ആകുമ്പോൾ കിടന്ന് ഇങ്ങനെ അനങ്ങി വെച്ച് ബൈബിളിന്റെ സിപ്പിട്ട് കാണിക്കുന്നു, കണ്ണട എടുത്ത് മടക്കി വെക്കുന്നു. നമ്മൾ കർത്താവിന് വേണ്ടി എന്തോ ചെയ്യുന്നു? ആർക്കാലും 2 ലേഖലയോ കൊടുക്കാം. തമ്പിയുടെ ഹൃദയം. അവനൊന്നും നമ്മളോട് പറയുന്നുള്ളൂ, മേടിച്ചു പറയുന്നു നിന്റെ ഹൃദയം ഒന്ന് ശരിയായിരുന്നെങ്കിൽ. നീ തമ്പിയുടെ ഹൃദയമായിട്ട് നടക്കാതെ. ദൈവത്തിന് മഹത്വം. എൻ്റെ പ്രിയരെ, നമ്മൾ എന്തോ ചെയ്യുന്നു കർത്താവിന് വേണ്ടി? നമ്മളെല്ലാം കുറ്റക്കാരാ കേട്ടോ. അതുകൊണ്ട് ഇന്ന് പകല് എല്ലാവരും ഒരു തീരുമാനമെടുത്ത് പോകണം. ഇനി എത്ര ദിവസം ജീവിക്കുമെന്ന് നമുക്കറിയത്തില്ല. പക്ഷേ ജീവിക്കുന്നിടത്തോളം ദിവസം നമ്മുടെ നാളുകളെ ഒന്നെണ്ണി കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി ജീവിക്കുവാൻ. എനിക്ക് അഹങ്കരിച്ച് പറയല്ല, തെറ്റിദ്ധരിക്കരുത്. നിങ്ങൾ ക്ഷമിക്കണം. ദൈവത്തോടും ക്ഷമ പറഞ്ഞാണ് ഞാൻ പറയുന്നത്. എനിക്ക് ഒരു കാര്യത്തിലൊരു വലിയ സന്തോഷം. ഞാൻ ദൈവകൃപയെ ശരണപ്പെട്ട് മരണവീടുകളിലെല്ലാം കഴിവിൻ്റെ പരമാവധി പോകും. സമയം കണ്ടെത്തി ഞാൻ പോകും. അതിന് 2 കാര്യമാണ് പ്രധാനം. ഒന്ന്, പുസ്തകത്തിലെ പ്രമാണം വിരുന്ന് വീട്ടിൽ പോകുന്നതിനേക്കാൾ നല്ലതാണ്. അതിലുപരി എനിക്കൊരു സന്തോഷം, മരണ വീട്ടിൽ ചെന്ന സന്തോഷമല്ല, സന്തോഷമായ കാര്യം, എനിക്ക് എവിടെ ചെന്നാലും 2 മിനിറ്റ് തരും ദൈവമക്കൾ, ദൈവദാസന്മാർ. ആ 2 മിനിറ്റ് കൊണ്ട് ഞാൻ സുവിശേഷം പറയും. ഒരു വാക്ക് ഞാൻ പറയും, യേശു ക്രിസ്തു മാത്രമാ രക്ഷകൻ, യേശു ക്രിസ്തുവിൽ കൂടി മാത്രമാ രക്ഷ. എനിക്ക് വലിയ സന്തോഷമാണ്. നിങ്ങളും അത് അനുകരിച്ചോണം. അവിടെ ചെന്ന് വലിയ അദ്വൈതമൊന്നും പറയണ്ട. ഈ അമ്മച്ചി എനിക്കറിയാം, ഇതുപോലെ അമ്മച്ചി മരുമകളെ എടുത്ത് പൊരിച്ച തള്ളയായിരിക്കും. അവിടെ ചെന്ന് ഇമ്മ അങ്ങനൊന്നും പറയരുത്. ഇതുപോലൊരു അമ്മച്ചി, അന്നേരം മരുമകൾ തന്നെ ഞാൻ കണ്ടോളാം, അതിനവിടെ അങ്ങനൊന്നും കയറി ഒന്നും പറയരുത്. വേണേ ഇങ്ങനെ പറഞ്ഞു, എന്നോടുള്ള ബന്ധത്തിൽ ഈ അമ്മ നല്ലൊരമ്മയായിരുന്നു, അങ്ങനെ അങ്ങ് പറഞ്ഞാൽ മതി. അല്ല അമ്മ പൊന്ന പാലാന്നൊന്നും അപ്പുറത്തുകാരുമായിട്ട് അതിരുതർക്കത്ത് കിടന്ന തള്ളയാ. അവർ പറയും അയാളെ ഇങ്ങോട്ട് വരുമ്പോൾ ഒന്ന് പറഞ്ഞേക്കണമെന്ന് പറയും. അവിടെ മെറ്റിലെടുത്ത് വെച്ചോണ്ടിരിക്കും. നല്ല ഇല്ല, നിൻ്റെ വണ്ടിയുടെ കാറ്റടിച്ചു വിടും അവർ. ഉമ്മ അറിഞ്ഞും കണ്ടുപോയി സംസാരിക്കാവൂ. അപ്പം അങ്ങനെയുള്ളതൊക്കെ അധികം പറയാതെ ഒരു വാക്ക് പറ, യേശു നിന്നെ രക്ഷിക്കും. യേശു ക്രിസ്തു മാത്രമാ രക്ഷകൻ, മറ്റൊരുത്തനിലും രക്ഷയില്ല. അത് പറയാം, എവിടെയും പറയാം. അപ്പൊ നമുക്ക് ലഭിക്കുന്ന സമയം ഇനി നഷ്ടപ്പെടുത്തരുത്. നന്നായി വാണിടാം എന്നാലും എന്നു നീ ഓർക്കാതെ, നന്നായി വാണിടാം എന്നാലും എന്നു നീ ഓർക്കാതെ,
മണ്ണായി മാറും അഴകേറും നിന്മൈ, മണ്ണായി മാറും അഴകേറും നിന്മൈ, നിർണയം ഒരു നാളിൽ നീയതു മറക്കാതെ, ആനന്ദമേറും നിൻ ജീവകാലം മറയും നിഴൽ പോലെ, നീയതു ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണം. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ബഹുമാന്യരായ എല്ലാ മാതാപിതാക്കളോടും ബഹുമാന്യ കർത്തദാസന്മാരോടും പറയട്ടെ, ഇന്ന് പകൽ ഒരു തീരുമാനമെടുത്ത് തിരിച്ചു പോകാവോ? എൻ്റെ ജീവിതം, എൻ്റെ സമയം ഒത്തിരി ഞാൻ നഷ്ടപ്പെടുത്തി, എൻ്റെ നാളുകൾ പലതും ഞാൻ വെറുതെ കളഞ്ഞു. കർത്താവേ, ഇനി എനിക്ക് ലഭിക്കുന്ന നാളുകൾ, ഇനി എനിക്ക് ലഭിക്കുന്ന ദിവസങ്ങൾ, ഇനി എനിക്ക് അങ്ങ് തരുന്ന ദിനങ്ങൾ എൻ്റെ കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുവാൻ, ദൈവനാമത്തിന്റെ മഹത്വത്തിനായി ചെലവഴിക്കുവാൻ ഇന്ന് പകൽ എന്നെ സമർപ്പിക്കുന്നെന്ന് ഒരു തീരുമാനമെടുത്ത് കടന്നു പോകുവാൻ കർത്താവിന്റെ നാമത്തിൽ ഓർപ്പിക്കുക. ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഒന്ന് എണ്ണണം. ആട്ടെ, ഞാൻ ഓടിച്ചങ്ങ് നിർത്താം. കർത്താവിന് മഹത്വം നമ്മൾ എണ്ണേണ്ട ധാരാളം കാര്യമുണ്ട്. ദൈവത്തിന് മഹത്വം. ഒന്ന് രണ്ട് കാര്യങ്ങൾ ഒന്ന് ചിന്തിച്ച് യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന സ്ഥിരത ഉളവാക്കുന്നു എന്ന് അറിഞ്ഞ് അത് അശേഷ സന്തോഷമെന്ന് എണ്ണണം. നമ്മൾ എണ്ണേണ്ട ഒത്തിരി കാര്യമുണ്ട്. ഒന്ന്, നാളുകളെ നമ്മളൊന്ന് എണ്ണണം. ഇനി എനിക്ക് ലഭിക്കുന്ന ദിവസം എത്ര പാഴാക്കി കളയാതെ കർത്താവിന് വേണ്ടി പ്രവർത്തിക്കും, ആ തീരുമാനത്തോടെ. രണ്ട്, വിശ്വാസത്തിന്റെ പരിശോധനയെ അത് സ്ഥിരത ഉളവാക്കുന്നു എന്ന് അറിയണം. ഈ പരിശോധനയും അല്ലെങ്കിൽ പരീക്ഷകളൊക്കെ സ്ഥിരത ഉളവാക്കാനാ. 1-12 കിടപ്പുണ്ട്. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ പരീക്ഷ സഹിക്കണം. പരിശോധന, പരീക്ഷ. ഒരു പാട്ട് പാടുകല്ലേ, പരീക്ഷ. പിന്നെ എന്തിനെന്ന് ചോദിക്കുകയല്ല, നല്ല ജയലായി. ആ ചോദിക്കത്തില്ല. ഉടനെ ഒരു പ്രവാചകനെ വിളിച്ചിരുത്തിച്ച് പറയും, പാസ്റ്ററെ പ്രാർത്ഥിച്ചു നോക്കിയോ. ഉടനെ പുള്ളി കണ്ണടയ്ക്കുമ്പോൾ നമ്മൾ കണ്ണ് തുറക്കും, പുള്ളി കണ്ണ് തുറക്കുമ്പോൾ നമ്മളട. പുള്ളി ഇങ്ങനെ മുട്ടനാട് തലയാട്ടുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഓ, അതൊക്കെ ഇതിനകത്ത് ഓരോ ട്രിക്കുകളാണ്. അപ്പം നമുക്ക് മനസ്സിലായി പുള്ളിക്ക് ഏതാണ്ട് വെളിപ്പെട്ടെന്ന്. ഒരു കുന്തവും വെളിപ്പെട്ടില്ല. അയാൾ ഉമ്മ എന്തോ വെളിപ്പെട്ടു. ഉടനെ നമ്മൾ ഈ സഹോദരിമാര് പാവത്തങ്ങളാണ് കേട്ടോ, ഇതുങ്ങളെ പെട്ടെന്ന് കളിപ്പിക്കാം. ഒരു കണക്കിന് നിങ്ങളെ പോലെ പാവത്തങ്ങൾ. അല്ല, പത്രോസും പറഞ്ഞു ബലഹീന നിങ്ങൾ സമ്മതിക്കുകയല്ല, എന്നാലും ബലഹീന മാത്രം പെട്ടെന്ന് ഇതുങ്ങളെ. ഉടനെ പെണ്ണുങ്ങൾ പറയും, പാസ്റ്റർ എന്തെങ്കിലും കണ്ടോ? ഉടനെ ചില വിഷയങ്ങളുണ്ട്. എന്നിട്ട് നമ്മൾ പാടുക, എന്തിനെന്നു ചോദിക്കും. പിന്നെ എന്റെ പ്രിയരേ, വിവിധ പരീക്ഷകൾ നമുക്കുണ്ട്. പരീക്ഷകൾ വരും. കൊച്ചുകുഞ്ഞുപദേശിയോട് ഒരിക്കൽ ഒരാൾ വന്ന് ചോദിച്ചു, അപ്പച്ച എപ്പോഴൊക്കെയാ പരീക്ഷയെന്ന്. ഉടനെ എഴുതി, പകലിലും രാവിലും പരീക്ഷകൾ വരും, ഉറങ്ങിക്കിടം നാലും പരീക്ഷിക്കും. മറുപടിയാ, പകലിൽ പരീക്ഷ വരും, രാത്രിയിലും പരീക്ഷ. അത് പിന്നെ നമുക്ക് സഹിക്കാം. അടുത്ത തന്നെ. അപ്പൊ ഞാനൊരു അമ്മയോട് ചോദിച്ചു, അമ്മേ ഉറങ്ങിക്കിടക്കുമ്പോൾ എന്തോ അമ്മയെ പരീക്ഷ? ഓ, ആവശ്യമില്ലാത്തെല്ലാം കാണുമെന്ന്. അമ്മയുടെ വ്യാഖ്യാനമാ.
ഞാൻ ഓർത്ത് തള്ളെ അതെല്ലാം വിളിച്ചു പറയുമായിരിക്കുമെന്ന്. ഉറങ്ങി കിടന്നാലും അതിനൊരു ചെറിയ ഉദാഹരണം പറയാം, ഉടക്കുണ്ടാക്കരുത്. ഭർത്താവ് രാവിലെ വീട്ടിൽ നിന്ന് ജോലിക്ക് പോയി. ഇവിടെ കടലിൽ ജോലിക്ക് പോകുന്നവരല്ലേ, ബിസിനസ് അല്ലെ, കമ്പനിയിൽ അല്ലെ, വണ്ടി ഓടിക്കുന്ന ആളല്ലേ, ഓഫീസിൽ അല്ലെ, എറണാകുളത്ത് ജോലി, എന്ത് ആയിക്കോട്ടെ, ഏത് ജോലിക്കും അതിൻ്റെ ബത്തപ്പാടും പ്രയാസമുണ്ട്. ചെല്ല് ധരിച്ചേക്കുന്ന സുവിശേഷ വേലയ്ക്ക് കുഴപ്പമൊന്നുമില്ല, വലിയ കുഴപ്പമായത്. ഇത് നന്നായിട്ട് ചെയ്തില്ലേ അതിലും വലിയ. പിന്നെ എന്നോടൊരു പാവക്കുട്ടി പറഞ്ഞു, എൻ്റെ അനീഷ ശനിയാഴ്ച ആകുമ്പോൾ ഇതിലേ ഒരു തീയാന്ന്, ഇതിലേ ഒരു തീ. ഞാൻ ചോദിച്ചു ആത്മാവിലാണ്. ഓ, ആത്മാവിൻ്റെ ഒന്നുമല്ല, ഞായറാഴ്ച ഇവന്മാർ എന്നതൊക്കെയാ ഒപ്പിക്കുന്നെന്ന്. ഞായറാഴ്ചയല്ലേ സകല എണ്ണവും വന്ന് സാക്ഷി പറയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം കൂത്ത. അതുകൊണ്ട് ശനിയാഴ്ച ആകുമ്പോൾ ഇതിലേ ഒരു. അതുകൊണ്ട് ഞാനൊന്നും കഴിക്കത്തില്ല, വൈകിട്ടും കഴിക്കുകയില്ല. ഇങ്ങനെ പ്രാർത്ഥിച്ച് ദൈവമേ, നമ്മൾ പറയുന്ന ശബ്ദം ഉയർത്താനാ പുള്ളി പ്രാർത്ഥന, ഇവൻ്റെ എല്ലാം നാവ് അടയ്ക്കണേ ദൈവമേ. ഞായറാഴ്ച ഒറ്റ ഒരുത്തം പോലും മിണ്ടാൻ. പുസ്തകത്തിലെ വാക്യം ഉറക്ക വിളിക്കുക, അടങ്ങിയിരിക്കരുത്. ദാവീദ് പറഞ്ഞു, ഞാൻ എൻ്റെ ശബ്ദം ഉയർത്തി എൻ്റെ ദൈവം. അന്നേരം ബാവക്കൂട്ടി പറയാ, ഇവനൊന്നും മിണ്ടരുതെന്നാ. ഞാൻ മിണ്ടിയാൽ അങ്ങനത്തേതൊക്കെയാണ് മിണ്ടുന്നത്. അപ്പം ഉറങ്ങിക്കിടന്നാലും പരീക്ഷിക്കും. ഉദാഹരണം, ഭർത്താവ് രാവിലെ പോയി ജോലിക്ക് പോയി, ഉച്ചയ്ക്ക് കഴിക്കാനൊത്തില്ല, ക്ഷീണിച്ച് തിരക്കും ടെൻഷനും ജോലിയുടെ ഒക്കെ ആയിട്ട് വളരെ ക്ഷീണിച്ചാണ് വരുന്നത്. അപ്പം ചില സ്ത്രീകൾ, അത് ന്യായമാണ്. ഹലോ, എവിടായി? ഞാനങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുക. എവിടെ? ഞാൻ ബോൾഗാട്ടി പാലം. പാലം. ഇച്ചിരി കഴിയുമ്പോൾ പിന്നെയും വിളിക്കും, നിങ്ങളെവിടായി? ഞാൻ പാലം ഇറങ്ങിക്കൊണ്ടിരിക്കുക. അപ്പം നിങ്ങൾ പാലത്തിനിടയ്ക്ക് നിന്നോ? ഞാൻ അവിടെ ബ്ലോക്ക് ആയതുകൊണ്ട് വന്നു. ബ്ലോക്ക്. നിങ്ങൾ വരുമ്പോൾ മാത്രമേ ബ്ലോക്കുള്ളൂ. കാരണം ഇതിങ്ങനെ റഡാറും ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക അവരക്കകത്ത്. ഇപ്പം എവിടായി? ഇപ്പം ഞാൻ കണ്ണമ്മാലിയായി. കണ്ണമ്മാലി. വരുമ്പോൾ ഇച്ചിരി പാലൂടെ, പാല് മേടിച്ചോണ്ട് വരുമ്പോൾ എവിടായി? ഞാൻ വീടിനടുക്കാറാ. കൊച്ചിന് ബിസ്ക്കറ്റ് ഇല്ല, ബിസ്ക്കറ്റൂടെ ടൈഗറിൻ്റെ അത് തിന്ന് ഇവനും പുലിയെപ്പോഴും ഇങ്ങനെ നിൽക്കുക. കൊച്ചുങ്ങൾക്ക് ടൈഗറിൻ്റെ കൊടുത്ത്, കൊച്ചുങ്ങൾ നമ്മളെ കാണുമ്പോൾ ഞങ്ങൾ കണ്ടിട്ടില്ലേ, കടുവാ നിൽക്കുമ്പോൾ കൊടുക്ക്, ടൈഗർ കൊടുത്ത്. അപ്പം ഇതെല്ലാം ചെയ്തേ വീട്ടിലോട്ട് വരുമ്പോൾ ചിലപ്പോഴും തിരക്കും ഭർത്തപ്പാടുമായി പുള്ളി കുളി കഴിഞ്ഞ് പ്രാർത്ഥിച്ച് കുളി കഴിഞ്ഞ് ഭക്ഷണം കഴിച്ചേച്ച് ക്ഷീണം കാണും, പെട്ടെന്ന് അങ്ങ് കിടന്നുറങ്ങിയെന്ന് വരാം. ഭാര്യമാർക്ക് അങ്ങനെ ഒക്കത്തില്ല. അവർ ഭക്ഷണമെല്ലാം പിള്ളേർക്ക് കൊടുത്ത് എല്ലാം ക്രമീകരിച്ച് അടുക്കള, നല്ല സ്ത്രീകൾ അടുക്കളയൊക്കെ ഒന്നുകൂടെ തൂത്ത് തുടച്ച് ബാക്കി വന്നിട്ട് ഇന്നത്തെ രീതി അനുസരിച്ച് ഫ്രിഡ്ജ് വെക്കേണ്ടതുണ്ടെങ്കിൽ അത് വെച്ച് ചെല്ല് ഫ്രിഡ്ജിൽ ആ കറച്ചട്ടിയോടെടുത്ത് വെക്കുന്ന കാണാം. കാരണം ഇത് വേറൊരു ചെറിയ പാത്രത്തിലോട്ടാക്കി വെക്കാനുള്ള ഞങ്ങളുടെ വീട്ടിൽ ഞാൻ എപ്പോഴും വഴക്കുണ്ടാകും. അവർക്ക് വലിയ ചെമ്പെടുത്ത് ഫ്രിഡ്ജിനകത്ത് കയറാത്ത കൊണ്ടാണ്. ഇല്ല, അവർ ചെമ്പോടെ പിടിച്ച്, അയ്യോ എൻ്റെ ഉരുളച്ച, ഞാൻ തമാശ പറഞ്ഞല്ല, ചിലതൊക്കെ ഞാൻ അനുഭവത്തിൽ നിന്നുമായി പറയണേ. അല്ല, പെണ്ണുങ്ങൾ കേട്ടോണ്ടിരിക്കുക. അങ്ങോട്ട് ഞാൻ മിക്കവാറും ഞാൻ വൈകിട്ട് അതിലേ പോവുക. മിക്കവാറും ഞാൻ അങ്ങോട്ട് വരാൻ സാധ്യത ഉണ്ട്. അപ്പം ഈ അടുക്കും ചിട്ടയുള്ള സ്ത്രീകളെ ആ ബാക്കി വരുന്നത് പാത്രത്തിലൊക്കെ ആക്കി, ഇല്ലേ, അങ്ങനല്ലേ, ഫ്രിഡ്ജ് വെച്ച് പാത്രമൊക്കെ ഒന്ന് കഴുകി ഒക്കുന്നെങ്കിൽ ആ പാതകമൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി, അങ്ങനെയൊക്കെയാണ്. അതൊക്കെ ആ ജീവിതത്തിൻ്റെ ക്രമം. ഞങ്ങൾക്കൊരു സാറാമ്മയുണ്ട്. ഒരിക്കൽ ഞാൻ ശുശ്രൂഷിക്കുന്ന സ്ഥലത്ത് പോയി ശുശ്രൂഷിച്ച് അവിടെ പാർത്തു. സഭായോഗം കൂടെ കഴിഞ്ഞേ പോരുള്ളൂ. ശനിയാഴ്ചയാണ് വിളിച്ചത്. നമ്മുടെ TM തോമസ് കുട്ടി പാസ്റ്ററുടെ ബന്ധവാ വണ്ടമേട് സാറാമ്മ, ഏക്കപ്പൻ സാറാമ്മ, വാളാടിക്കൊച്ചായൻ്റെ അനിയൻ്റെ മകളാ. നമ്മുടെ ചങ്ങനാശ്ശേരി ഇന്ന് ലിജോ ഇല്ലേ, ലിജോയുടെ അമ്മായിയമ്മ, അത് തന്നെ. ലിജോയുടെ അമ്മായിയമ്മ, ലിജോയുടെ ഭാര്യ ബേവയുടെ 'അമ്മ' വണ്ടമേട് സാറാമ്മ എന്ന് പറയും.
വളരെ നല്ല ദൈവകൃപയുള്ളൊരു ദൈവരാശിയാണ്. അപ്പം അവർ ശുശ്രൂഷിച്ചെടുത്ത് ഞാൻ ശനി പകൽ വൈകിട്ട് ശുശ്രൂഷിച്ച് രാത്രി അവിടെ വിശ്രമിക്കുക. ഞായറാഴ്ച സഭായം കൂടെ കഴിഞ്ഞേ പോരുള്ളൂ. അപ്പോൾ ഭക്ഷണം ഞങ്ങൾ ശനിയാഴ്ച രാത്രി ഞാനും ജേക്കബ് പാസ്റ്ററും എല്ലാം ഇവിടുന്ന് കഴിച്ചു. ഞങ്ങൾക്ക് വിളമ്പി തന്നെല്ലാം കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അടുക്കളയിലൊരു പ്രാർത്ഥന. അപ്പം ഞാൻ ജേക്കബിനോട് അങ്ങനെയുള്ളതാണെന്ന് പറഞ്ഞു. അപ്പം ഈ പാതിരാത്രിക്ക് അത് കഴിഞ്ഞ് പുള്ളിക്കാരി വന്നപ്പോൾ ഞാൻ ചോദിച്ചു എന്നെ ഇപ്പോൾ, അയ്യോ അത് ഞാൻ എന്നും പ്രാർത്ഥിക്കും. അപ്പോൾ എനിക്ക് ജിജ്ഞാസ, ഞാൻ ചോദിച്ചു അതെൻ്റെ അമ്മ അങ്ങനെ കാണിച്ചു തന്നിട്ടുണ്ട്. ഞാൻ ചോദിച്ചു പറഞ്ഞേ അത് അമ്മച്ചി ഇപ്പോഴും ഉണ്ട്, 94 നല്ല മിടുക്കിയാ, കണ്ണാടിയില്ലാതെ വാക്യം വായിച്ചു തരും ഇപ്പോൾ പ്രസംഗിച്ചാലും. അല്ല ഇണുക്ക് തെറ്റി കിടക്കുന്ന തള്ളയൊന്നുമല്ല, അല്ല പടപടാനാ നിൽക്കുന്നത് ഇപ്പോഴും. ഈ അടുത്ത കാലത്ത് ഞാൻ കുമളി യോഗത്തിന് ചിലപ്പം സ്റ്റേജിൽ നിന്ന് ഞാൻ പറയുമ്പോൾ ആ ഓഡിയൻസിൻ്റെ അവിടെ നിന്ന് മൈക്കൊന്നും വേണ്ട അമ്മയ്ക്ക്, ഭയങ്കര ശബ്ദത്തിൽ ബൈബിള് വായിച്ചു തരിക, ആരാധനയ്ക്കൊന്ന് കാണുകയൊക്കെ ചെയ്യേണ്ടതാ. ആ അമ്മയുടെ മകളാ. അപ്പം പറഞ്ഞ് അമ്മച്ചി ചെയ്യുന്നത് എല്ലാ ദിവസവും ഭക്ഷണമൊക്കെ കഴിഞ്ഞ് പണ്ട് മുതലേ എല്ലാം ക്രമീകരിച്ച് കിടക്കുന്നതിന് മുന്നേ അടുക്കളയിൽ നിന്ന് ഇറങ്ങുമ്പം തലയെ തുണിയിട്ട് 2 മിനിറ്റ് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കും. അതിൻ്റെ കാരണം, ദൈവമേ ഈ അടുക്കളയിൽ നിന്ന് ഭക്ഷണം ഉണ്ടാക്കാൻ ഭക്ഷണം ദൈവം തന്നല്ലോ, സ്തോത്രം. അത് പാകപ്പെടുത്താനുള്ള ആരോഗ്യം എനിക്ക് തന്നല്ലോ. അത് വലിയ അപാകത കൂടാതെ ഉണ്ടാക്കി ഭർത്താവിനും മക്കൾക്കും വീട്ടിൽപ്പെട്ടവർക്കും അവരുടെ ഇഷ്ടാനിഷ്ടം അനുസരിച്ച് കൊടുക്കാൻ കൃപ ദൈവം തന്നല്ലോ. ഈ അടുക്കളയെ പെരുമാറിയപ്പം തീ കൊണ്ട് പൊള്ളലേൽക്കാതെയും കത്തുകൊണ്ട് മുറിവേൽക്കാതെയും അങ്ങോട്ടും ഇങ്ങോട്ടും ഇറങ്ങിയപ്പോൾ ഉരുണ്ടി വീഴാതെയും ദൈവം സൂക്ഷിച്ചല്ലോ. അത് നല്ല മാതൃകയല്ലേ? ഇത് അടുക്കളയിൽ നിന്ന് രാത്രി പ്രാഗി ഇറങ്ങുന്നത്, മുടിഞ്ഞ വീട്ടിൽ വന്ന് എനിക്ക് കിടക്കാൻ പോലും നേരം കിട്ടുകയല്ല. ഇനി മാവ് ഞാൻ അരച്ചില്ല, ദൈവം ഇവനെ എല്ലാം തീറ്റിച്ച് പ്രാഗി വന്നാ കിടക്കുന്നത്. വെളുപ്പിനെ ഇനി ഇവൻ ഈ പടക്കെല്ലാം ഉണ്ടാക്കാൻ ഇനിയും വെളുപ്പിനെ ഞാൻ എന്നെ ഇങ്ങനെ നോക്കുന്നേ. അല്ല ചിലരങ്ങനെയൊക്കെയാ. വേറെ എത്ര നല്ല ആലോചന വന്നാൽ അന്നേരം കെട്ടിയെടുത്തി കുടുംബം തന്നെ. ആ ലണ്ടൻകാരൻ ബേബി വന്നതിനെ കണ്ട് ഇഷ്ടപ്പെട്ടതാണ്. ലണ്ടൻകാരൻ ബേബി ലണ്ടനിൽ ചെല്ലാന്നേരം അറിയാം വിവരം. നീ മറവക്കാടായതുകൊണ്ട് ഇപ്പോഴേലും ജീവനോടിരിക്കുന്നു. ലണ്ടനിൽ ചെന്നിരുന്നേ അറിയാമായിരുന്നു നിന്റെ വിശേഷം. ദൈവത്തിന് മഹത്വം. അപ്പം ഈ സാറാമ്മ കർത്തൃദാസി എന്നും പ്രാർത്ഥിക്കും. ഞാനന്ന് മിക്കയിടത്തും പ്രസംഗിച്ചു. നല്ല മാതൃകയാ. അല്ല ഇന്ന് മുതൽ നിങ്ങളും അങ്ങനെ ഒന്ന് ചെയ്തേ. അനേക വീടുകളിൽ അടുക്കളയിലെ ടിന്നുകളെല്ലാം കാലിയാ. നിങ്ങളുടെ വീട്ടിലെ ടിന്നിനകത്ത് ഇച്ചിരിയെങ്കിലും ഒക്കെ ഉണ്ടല്ലോ, സ്തോത്രം പറ. അനേകർക്ക് കിട്ടിയാൽ ഉണ്ടാക്കാൻ ആഗ്രഹമുണ്ട്, ഇല്ല കിട്ടുന്നില്ല. നിങ്ങൾക്കത് ഉണ്ടാക്കാൻ ദൈവം അവസരം തരുന്നില്ലേ? ഇല്ലേ? അയ്യോ അധികമായി ദൈവത്തെ സ്തുതിക്കണം. അങ്ങനെയുള്ള നല്ല നല്ല സ്ത്രീകൾ ഉണ്ട്, ധാരാളം നല്ല ആൾക്കാരുണ്ടെന്ന്. നമ്മൾ പക്ഷേ കൂടുതൽ കുഴ തെറ്റിയതിനെ എല്ലാം കണ്ടതുകൊണ്ട് എല്ലാം ഇങ്ങനെയാണെന്നാ ധരിച്ചേക്കുന്നത്. നല്ല ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട്. നല്ല സഹോദരിമാരും സഹോദരന്മാരും ഒക്കെ ഇഷ്ടം പോലെ ഉണ്ട്. ഇവിടെ ഉണ്ട്, എല്ലായിടത്തും ഒരു ശേഷിപ്പുണ്ട്. അപ്പോൾ ചിലര് ക്ഷീണം കൊണ്ടങ്ങ് കിടക്കുക. അപ്പം ഭാര്യ ഇത് അടുക്കള ജോലി എല്ലാം കഴിഞ്ഞ് വളരെ ബന്ധപ്പെട്ട് ഇങ്ങോട്ട് ബെഡ്റൂമിലോട്ട് വരുമ്പം കൂർക്കം വരച്ച് മോട്ടർ ഫിറ്റ് ചെയ്ത്. അപ്പം ചില സ്ത്രീകൾ, ഞങ്ങൾ വലിയ അടുപ്പമായതുകൊണ്ടാണ് ഞാൻ കൂടെ പുള്ളിയിട്ടൊക്കെ ചെല്ലുന്നത്. ചില സ്ത്രീകൾ ഉറങ്ങുമ്പോൾ കൂർക്കം വലി, പിള്ളേരുടെ ഫീസ് കൊടുത്തിട്ടില്ല, പാലുകാരൻ ഇന്നലെ കൂർക്കം വലിച്ചു. ഉറങ്ങിക്കിടന്നാലും പരീക്ഷിക്കും, അത്രേ ഉള്ളൂ. അതാ ഇപ്പം അല്ലാതെ അള്ള പറഞ്ഞ പോലെ ആഴ്ചയില്ലാത്തെല്ലാം കാണുന്നതല്ല. എൻ്റെ പ്രിയരേ, വിവിധ പരീക്ഷകൾ നമുക്കുണ്ട്. പകലിൽ പരീക്ഷ വരും, രാത്രിയിൽ പരീക്ഷ വരും, ഉറങ്ങിക്കിടന്നാലും പരീക്ഷിക്കും. അപ്പൊ ചോദിച്ചു, അപ്പച്ച ആരൊക്കെയാ പരീക്ഷിക്കുന്നത്? ഉടനെ എഴുതി, പാപം പരീക്ഷിക്കും
ലോകം പരീക്ഷിക്കും സാത്താൻ, ബന്ധുക്കൾ തൻ മർത്യാജഡം. പാപം പരീക്ഷിക്കും ലോകം പരീക്ഷിക്കും സാത്താൻ, ബന്ധുക്കൾ തൻ മർത്യാജഡം. ജിബ്രാൾട്ടർ പാറമേൽ തട്ടും തിരാബോലി ചോണി തലത്തിലെ പരീക്ഷകൾ. ജിബ്രാൾട്ടർ പാറമേൽ തട്ടും. ഉറങ്ങാന്നോ? അറിയാമോ പാട്ട്? ആ ജിബ്രാൾട്ടർ പാറമേൽ തട്ടും തിരാബോലി ചോണി തലത്തിലെ പരീക്ഷ. പ്രിയരേ, വിവിധ പരീക്ഷകൾ, ശോധന, വിശ്വാസത്തിന്റെ പരിശോധന. അബ്രഹാമിന് പരിശോധന വന്നില്ലയോ? ഒരു രാത്രി ദൈവം തമ്പുരാൻ പറയുക, അബ്രഹാമേ, നീ സ്നേഹിക്കുന്ന ഏകജാതനാകുന്ന ഇസഹാക്കിനെ തന്നെ എന്ന് പറയാൻ കാര്യം, രാവിലെ ആള് തെറ്റി ഇസ്മായിലിനെ കയറി പിടിക്കരുത്. അഥവാ അവനെ കയറി പിടിച്ചാൽ സാറാൻ പറയാം, അന്ന് അവനെ കണ്ടിച്ചോ, കണ്ടിക്കാനും ഉണ്ടല്ലോ. അതിനാണ് തമ്പുരാൻ പറഞ്ഞത്, തെറ്റരുത്, ഇസഹാക്കിനെ തന്നെ. അരുളപ്പാട് കേട്ട് അപ്പുറം അടങ്ങിക്കിടന്നില്ല. അധികാലത്ത് എഴുന്നേറ്റ് അവൻ കടലിലേക്ക് കോപ്പിട്ട് ബാല്യക്കാരൻ തന്റെ മകൻ ഇസഹാക്കിനെ കൂട്ടി കീറി ഒടുക്കിയ വിറകും ആയുധമൊക്കെ എടുത്ത് നേരെ പോവുക. ദൈവം പറഞ്ഞെടുത്തോട്ട്. നിനക്ക് ഇഷ്ടമുള്ളിടത്ത് പോയി യാഗം കഴിക്കരുതെന്നാ പ്രമാണം. നിനക്ക് ഇഷ്ടമുള്ളിടത്തൊന്നും യാഗം കഴിക്കരുത്, ദൈവം വെച്ച പ്രമാണമുണ്ട്. അപ്പന്റെ മകനും കൂടെ പോകുക. ദൂരെ വെച്ച് അബ്രഹാം ആ സ്ഥലം കണ്ടു. ഉടനെ ബാല്യക്കാരോട് പറഞ്ഞു, നിങ്ങൾ ഇവിടെ ഈ ബാല്യക്കാരുമായിട്ട് പോയ ആരാധന ശരിയാകുകയല്ല. അത് വേർപാടിനെ കാണിക്കുന്നതാ. അകത്ത് നിർത്തേണ്ടവനെ അവിടെ നിർത്തണം, പർവ്വതത്തിന്റെ കീഴ് നിർത്തേണ്ടവനെ അവിടെ നിർത്തണം. വേർപാടില്ലാത്തവനെയും കൊണ്ടുപോയ ആരാധന ശരിയാകുകയല്ല. അബ്രഹാം പറഞ്ഞു, നിങ്ങൾ ഈ ബാല്യക്കാർ കഴുതയുമായിട്ട് ഇവിടെ. ഇന്നത്തെ അബ്രഹാമായിരുന്ന ഇസഹാക്കിന്റെ മോനെ കഴുതയ്ക്ക് ഉമ്മ കൊടുത്താൽ അന്തിയുമ്പനം ഇനിയും കാണുമെന്ന്. അങ്ങനെ കഴുതയ്ക്ക് അന്തിയുമ്പനം കൊടുക്കുന്ന ഒത്തിരി എണ്ണമുണ്ട്. അപ്പനും അമ്മയും ജീവിച്ചിരിക്കുമ്പോൾ ഒരു ഉമ്മ കൊടുക്കല്ലേ, അത്ത് കഴിയുമ്പോൾ കമന്ന് കിടക്കുക. ഉമ്മ തറയിലോട്ട് പിടിച്ച് മോന്ത് വരയ്ക്കണം. ജീവിച്ചിരിക്കുമ്പോൾ തള്ളയ്ക്ക് വെള്ളവും കൊടുക്കല, അപ്പനെ അന്വേഷിക്കത്തില്ലോ, ഒരു ബിസ്ക്കറ്റ് പോലും കൊണ്ട് കൊടുക്കൽ, ഒരു കുറി കൊണ്ട് തോർത്ത് പോലും അത്ത് കിടക്കുമ്പോൾ കമന്ന് കിടക്കുക. അന്നേരം നല്ല പിടിച്ചു ഭിത്തി കൊണ്ട് ഭിത്തിയിലോട്ട് അങ്ങ് വരച്ചേക്കണം. എൻ്റെ ഉമ്മ വൈകിട്ട് വാ ഞാൻ ഇന്നിപ്പോൾ പകലായോണ്ട് ഞാനങ്ങ് അടങ്ങുക. ദൈവത്തിന് മഹത്വം. അബ്രഹാം മകനുമായിട്ട് മോറിയാമലയിലോട്ട് പോവുകയാ. ഇടയ്ക്ക് ചെറുക്കൻ ചോദിച്ചു, അപ്പച്ചാ കത്തിയും വിറകും ഒക്കെ ഉണ്ട്, ആട്ടിൻകുട്ടി. ഇന്നത്തെ പറയാം, നീ എന്നെ ടെൻഷൻ അടിപ്പിക്കരുത് കേട്ടോ, ഞാൻ ഒന്നാമത്തെ സമനില തെറ്റി മല കയറിക്കൊണ്ടിരിക്കുക. അബ്രഹാം പറഞ്ഞടാ, യഹോവ കരുതും, ദൈവം കരുതുമെന്ന്. നിനക്ക് വേണ്ടി ദൈവം കരുതും, നിന്റെ തലമുറയ്ക്ക് വേണ്ടി ദൈവം കരുതും, നിനക്ക് വേണ്ടി ദൈവം കരുതുമെന്ന്. യഹോവയിരേ, നിനക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവമുണ്ട്, നിനക്ക് വേണ്ടി ഒരുക്കി വെക്കുന്ന ഒരു ദൈവമുണ്ട്, നിനക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവമുണ്ട്. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. നിന്നെ സംരക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട്. അബ്രഹാം വരിക, മനെ യഹോവ കരുതും. രണ്ടുപേരുടെ പർവ്വതത്തിൽ ചെന്ന് നിങ്ങൾക്ക് ആ ഭാഗം അറിയാം, എന്തൊരു പ്രസംഗം കേട്ടതാ. യാഗപീഠം ഒരുക്കി ചെറുക്കനെ കയ്യും കാലും കെട്ടിക്കിട്ട് കത്തി അങ്ങോട്ട് എടുത്തപ്പോഴേ കർത്താവ് പറഞ്ഞു, അവറാച്ചാ കണ്ടിക്കരുതെന്ന്. പണ്ടൊക്കെ ഞാനും പ്രസംഗിച്ചിട്ടുണ്ട്, പുസ്തകം വായിക്കാതെ, എല്ലാവരും പറയാന്ന് കേട്ടോണ്ട്. അപ്പുറം ഞാൻ കത്തി എടുത്തിങ്ങനെ വീശി. നമുക്ക് ചില ഉണ്ടോ, അപ്പുറം കത്തിയെടുത്ത് ഹല്ലേലൂയ ഉണ്ടല്ലോ. ഈ പാവം പിടിച്ച പെണ്ണുങ്ങളുണ്ട്. അത് ഒരു ട്രിക്കായി ഇതിനകത്തെ. അബ്രഹാം അങ്ങനെ വീശി ഒന്നുമില്ല, കത്തിയെടുത്തപ്പോഴേ കർത്താവ് പറഞ്ഞു, അവറാച്ചാ കണ്ടിക്കരുതേ. കർത്താവിന് മനസ്സിലായി, അവറാച്ചൻ ഇപ്പൊ കണ്ടിക്കും. പൂർണ്ണ സമർപ്പണത്തിന് നിൽക്കുക. വിശ്വാസത്തിന്റെ പരിശോധന സ്ഥിരതയുണ്ടാക്കുന്ന പൂർണ്ണ സമർപ്പണമാ. ഉടനെ അബ്രഹാം നോക്കിയപ്പം ഒരാട്ടിൻകുട്ടി, ഇസഹാക്കിന് പകരമായിട്ട് ആട്ടിൻകുട്ടിയെ യാഗം കഴിച്ചു. പക്ഷെ ഈ വിഷയം യാഗമായിട്ട് ദൈവം അംഗീകരിച്ചു. ഇസഹാക്കിനെ അർപ്പിച്ചെന്നായി എബ്രായ ലേഖനം 2 പ്രാവശ്യം എഴുതിയിട്ടുണ്ട്. വായിച്ചേ 11-ാം അധ്യായത്തിന്റെ 17 മുതൽ പെട്ടെന്ന് വായിച്ചേ.
ആ അർപ്പിച്ചെന്ന ഉൽപ്പത്തി പുസ്തകം 22 ഇസഹാക്കിനെ കണ്ടിച്ചതായിട്ടില്ല. പക്ഷെ ആ സംഭവം ദൈവം അങ്ങ് അംഗീകരിക്കാൻ കാര്യം ദൈവം യാഗം കഴിക്കാമെന്നവന്റെ ഹൃദയം നോക്കിയപ്പോൾ പൂർണ്ണ സമർപ്പണമാണ്. ദൈവ ഹൃദയമാണ് നോക്കുന്നത്. ഹൃദയത്തിലോട്ട് നോക്കിയപ്പോൾ പൂർണ്ണ സമർപ്പണത്തോടെ നിൽക്കുക. അതാ യാഗമായിട്ട് അർപ്പിച്ചെന്ന. ഒന്നുകൂടെ ഉണ്ട് അടുത്ത വാക്യം. ആ ആ ആ അർപ്പിച്ചു, വീണ്ടും എഴുതി അർപ്പിച്ചെന്ന്. അപ്പൊ ഇസഹാക്കിനെ യാഗം അർപ്പിച്ചു, സ്വർഗം ഇത് അംഗീകരിച്ചു. ഈ പഴയ നിയമവും പുതിയ നിയമവും പ്രതിരൂപ സ്വരൂപങ്ങളാണ്, നിഴലും പൊരുളുമാണ്. അപ്പം അങ്ങനെ പഠിക്കുമ്പം അബ്രഹാം പിതാവായ ദൈവത്തിന് നിഴല, ഇസഹാക്ക് യേശുക്രിസ്തുവിന് നിഴല, റിബേക്ക സഭയ്ക്ക് നിഴല, എലയാസർ പരിശുദ്ധാത്മാവിന് നിഴലായിട്ടാണ് പഠിപ്പിക്കുന്ന. വലിയ തെറ്റൊന്നുമില്ല. പുതിയ തിയോളജിയന്മാർ അതിനകത്തും കുരുക്കൊക്കെ കണ്ടുപിടിക്കുന്നവരുണ്ട്. കുരുക്കുകാരെവിടെ ചെന്നാലും കുരുക്ക. അപ്പം അങ്ങനെ നിഴലും പൊരുളുമായിട്ട് പഠിക്കുമ്പം ഇസഹാക്കിനെ യാഗം അർപ്പിച്ചത് ക്രിസ്തുവേശു കാൽവറി മലയിൽ മനുഷ്യവർഗത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് മരിച്ചതിന് തെളിവാ, നിഴലാണ്. അപ്പം ആ നിലയിൽ പഠിച്ചാൽ ഇസഹാക്ക് മരിച്ചു. അങ്ങനെ ചിന്തിച്ചേ, എത്ര അധ്യായത്തിലാ മരിക്കുന്നേ? 22. ഇസഹാക്കിന്റെ കല്യാണം എത്ര അധ്യായത്തിലാ? മാമ കല്യാണത്തിന് പോയില്ലെന്നറിയാം, എന്നാലും പുസ്തകത്തിലുണ്ട്. പക്ഷെ ഞാൻ കല്യാണത്തിന് പോയില്ലായിരുന്നു. എനിക്ക് ഒന്നാമത് മറവിയാ, ഡേറ്റ് ഒന്നും. 24. അത് തന്നെ ആയിരിക്കുമെന്നൊന്നും അല്ല, 24. ഇസഹാക്കിന്റെ മരണം 22, കല്യാണം 24. ഇസഹാക്ക് മരിച്ചത് യാഗം യേശുവിന്റെ കാൽവറി മരണത്തിന് നിഴലാണ്. അവ 22 മരിച്ചു. അധികം താമസിക്കാതെ 24 കല്യാണമാണ്. കാരണം 22 മരണം ഇസഹാക്കിന്റെ, 23 ഇസഹാക്കിന്റെ അമ്മ സാറ മരിക്കുന്നു. 23 അടുത്ത അധ്യായം 24 ഇസഹാക്കിന്റെ കല്യാണം. എന്ന് പറഞ്ഞാൽ 22 ഇസഹാക്ക് മരിച്ചു, അധികം താമസിക്കാതെ 24 കല്യാണമാണ്. കാൽവറിയിൽ യേശു മരിച്ചു. ദൈവത്തിന്റെ ഒരു ദിവസം ഒക്കെ വെച്ച് കണക്ക് കൂട്ടുമ്പോൾ അധികം താമസിക്കാതെ കല്യാണം നടക്കാൻ പോവാ. പ്രൈസ് ദി ലോർഡ്. ഇനി അതിനകത്തൊരു ആത്മീക വശം കിടക്കുന്നത്, അബ്രഹാം ഇസഹാക്കിനെ യാഗം കഴിച്ചു വെച്ചു, അല്ലെങ്കിൽ മരിച്ചു. ഇസഹാക്ക് ഉയർത്ത ഇസഹാക്കിനെ കൊണ്ട് അബ്രഹാം, അതാ എബ്രായ ലേഖനത്തിൽ വായിക്കുന്നത്, അവരുടെ ഇടയിൽ നിന്ന് എഴുന്നേറ്റവനെ പോലെ ഉയർത്തു. അപ്പൊ ഉയർത്ത ഇസഹാക്കുമായിട്ട് അബ്രഹാം ഇങ്ങോട്ട് വീട്ടിലോട്ട് വരുന്നേ. അപ്പം ഉയർത്ത ഇസഹാക്കിനെയും കൊണ്ട് അബ്രഹാം വീട്ടിലോട്ട് വരുമ്പോൾ കേൾക്കുന്ന വാർത്ത എന്നാന്നറിയാമോ? ഒരു വാർത്തയുണ്ട്, നല്ല വാർത്തയാ. ഉയർത്ത ഇസഹാക്കുമായിട്ട് അബ്രഹാം വീട്ടിലോട്ട് വരുമ്പോൾ കേൾക്കുന്ന നല്ലൊരു വാർത്ത, ബെഥൂവേലിന്റെ വീട്ടിൽ റിബേക്ക ജനിച്ചെന്ന്. ആ 23 തൊട്ടുമേളിൽ ഒരു ചെറിയ കണ്ണിയുണ്ട്. അമ്മാമേ അത് വായിച്ചേ. അനന്തരം മിൽക്കയും തൻ്റെ സഹോദരനാകുന്ന നാഗോറിന് മക്കളെ പ്രസവിച്ചു വന്ന അബ്രഹാമിന് വർത്തമാനം. അവരാരെന്നാൽ ആദിജാതൻ ഊസ്, അവന്റെ അനിയൻ ബൂസ്, കെമുവേലെ, ബെഥൂവേൽ. അത് അടുത്തത് ബെഥൂവേൽ റിബേക്കായെ ജനിപ്പിച്ചു. കണ്ടോ? ബെഥൂവേൽ റിബേക്കായെ, ആ റിബേക്കയെ ഇസഹാക്ക് വിവാഹം ചെയ്യുന്നത്. അപ്പോൾ ഉയർത്തെഴുന്നേറ്റ ഇസഹാക്കുമായിട്ട് അബ്രഹാം ഇങ്ങോട്ട് വരുമ്പോ കേൾക്കുന്ന വാർത്ത, ബെഥൂവേലിന്റെ വീട്ടിൽ റിബേക്ക ജനിച്ചു. കാൽവറിയിൽ യേശു ഉയർത്തു, മരിച്ചു, 3-ാം നാൾ ഉയർത്തു, അടിമ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടു 40 ദിവസം. സ്വർഗത്തിലേക്ക് അവിടുന്ന് പോയി 50-ാം ദിവസം പരിശുദ്ധാത്മാവ് വന്നു. പത്രോസ് യാടി എഴുന്ന ഒറ്റ പ്രസംഗം. ആ പ്രസംഗം കഴിഞ്ഞപ്പോൾ റിബേക്ക ജനിക്കുക.
3000 പേര് ആ വാർത്തയല്ലേ കേട്ടെ. റിബേക്ക അവിടെ ജനിച്ചെന്ന് അബ്രഹാമിന് വർത്തമാനം കണ്ടു. അടുത്ത അധ്യായം 24 റിബേക്കായെ വെളിമ്പ്രദേശത്ത് വെച്ച് ഇസഹാക്ക് കൈക്ക് പിടിച്ച് കൂടാരത്തിലോട്ട് കൊണ്ടുപോവുക. പ്രിയരേ, കാൽവറിയിൽ യേശു മരിച്ചു. തിരുവെടുത്ത് പറഞ്ഞ പോലെ 3-ാം ദിവസം ഉയർത്തു. 50-ാം ദിവസം പരിശുദ്ധാത്മാവ് വന്നു. ആ നിയമസഭ തുടങ്ങി. അത് ഇന്ന് വരെ നടന്നുകൊണ്ടിരിക്കുന്നു. അധികം താമസിക്കാതെ അവൻ തിരുസഭയെ കൂടാരത്തിൽ ചേർക്കാൻ പോവുക. വിശ്വാസത്തിന്റെ പരിശോധന സ്ഥിരതയുണ്ടാക്കുന്നതാ. നമുക്കുള്ള ഉറപ്പെന്നാന്നറിയാമോ? യേശു വീണ്ടും വരും. തനിക്കായി കാത്തു നിൽക്കുന്ന വിശുദ്ധന്മാരെ ചേർക്കും. തെസ്സലോനിക്ക ലേഖനത്തിൽ വായിക്കുന്നത് ഇങ്ങനെ: നാം എപ്പോഴും നമ്മുടെ കർത്താവിനോട് കൂടെ ഇരിക്കും. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം കരമുയർത്തു ദൈവത്തെ സ്തുതിക്കുക.